ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവരായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ സ്തോത്ര സ്തുതികളോടെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവമൊരുക്കി തന്ന വിലയേറിയ നല്ല ശ്രേഷ്ഠകരമായ അനുഭവത്തിനായി നമുക്ക് ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു നിമിഷം എല്ലാവരും ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ നല്ല പകലിലും ആരാധന ഉയരുന്ന ഒരു അനുഭവത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്ന നമ്മുടെ മധ്യേ കടന്നു വന്നായിരിക്കുന്ന നല്ല കർത്താവിനെ, സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത ദൈവത്തെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത് വാഗ്ദത്തം നിവർത്തിക്കുവാൻ അന്ന് മുതൽ ഇന്ന് വരെയും ജാഗരൂകനായ നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. സ്തുതികളിൽ വസിക്കുന്നവൻ നമ്മൾ ആരാധിച്ചപ്പോൾ, നമ്മൾ മഹത്വപ്പെടുത്തിയപ്പോൾ നമ്മുടെ മധ്യത്തിൽ വാഗ്ദത്തം നിവർത്തിക്കായി ഇറങ്ങി വന്ന നല്ല കർത്താവിനെ ഒരുമിച്ച് ആധരങ്ങളെ തുറന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങളെ തട്ടി ആ നല്ല കർത്താവിന് സ്തുതി കൊടുത്താട്ടെ, ആ നല്ല കർത്താവിന് ആരാധന കൊടുത്താട്ടെ. യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല പേരിനും പെരുമയ്ക്കും യോഗ്യനായ നിത്യനും നീതിമാനുമായ നല്ല കർത്താവേ, ഈ നല്ല പകലിൽ അവസരം ലഭിച്ച ഞങ്ങൾ, പദവി ലഭിച്ച ഞങ്ങൾ, അതേ സാവകാശം ലഭിച്ച ഞങ്ങൾ സഭയായി ആരാധിക്കുന്ന കർത്താവേ, അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി കർത്താവേ, നന്ദി രാജാവേ, നന്ദി യേശുവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സകലമാനവും മഹത്വവും പുകഴ്ചയും ഒക്കെയും അങ്ങയുടേതായി തന്നെ ഈ നല്ല സമയം മുതൽ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലൈവിൽ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നവർ, ഈ ഹാളിനകത്ത് ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടായിരിക്കുന്നവർ, ഇനി ശ്രവിക്കുവാൻ പോകുന്നവർ, നിങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മുൻപിലുള്ള ഈ ആഴ്ച ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ, അതേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ ആദ്യ പടി വച്ച് പ്രാരംഭ ദിവസത്തിൽ നമ്മൾ ആയിരിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം മുൻപോട്ട് കടന്നു പോകേണ്ട യാത്രയിൽ നമുക്ക് ശക്തി പകരപ്പെടുവാൻ, നമുക്ക് ബലം പകരപ്പെടുവാൻ, നമ്മുടെ യാത്രകൾ സഫലമായി തീരുവാൻ, കൈ തൊടുന്നതിലൊക്കെയും അനുഗ്രഹം കൽപ്പിക്കുന്ന കർത്താവിനോടുകൂടെ യാത്ര ആരംഭിക്കുവാൻ ഈ ആഴ്ചവട്ടത്തിൻ്റെ പ്രാരംഭ ദിവസം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ആ കർത്താവ് നമ്മോട് കൂടിയിരിക്കുവാൻ, നിങ്ങൾ കടന്നു പോകുന്ന സ്ഥാനത്തൊക്കെയും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ആ കർത്താവിൻ്റെ നല്ല സാന്നിധ്യം ചലിക്കുവാൻ, നിങ്ങൾ ശ്രേഷ്ഠകരമായത് പ്രാപിച്ചെടുക്കുവാൻ, ആ കർത്താവിൻ്റെ നാമം നിങ്ങളിലൂടെ ഉയരപ്പെടുവാൻ പ്രാർത്ഥനയോടെ, ഹൃദയപൂർവ്വം പ്രാർത്ഥനയോടെ ഞാനും സഭയും നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആഴ്ചയായി മാറട്ടെ. യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഈ ആഴ്ച ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, തുടക്കം നല്ലതാണ്, അങ്ങനെയെങ്കിൽ ഒടുക്കം ഏറ്റവും ശ്രേഷ്ഠകരമായി മാറും. തുടക്കം ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം, ഈ ആഴ്ചവട്ടത്തിൻ്റെ പ്രാരംഭ ദിവസം, അതെ അത് ശ്രേഷ്ഠകരമാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം യാത്ര തുടങ്ങിയിരിക്കുന്നു. അതെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഒടുക്കത്തെ ശ്രേഷ്ഠകരമാക്കി, നിന്റെ തുടക്കത്തെക്കാൾ, നിന്റെ ആരംഭത്തെക്കാൾ മനോഹരമാക്കി അവസാനത്തെയും ഒടുക്കത്തെയും ആക്കി തീർക്കുന്ന കർത്താവ് ഈ ആഴ്ച ഏറ്റവും ശ്രേഷ്ഠകരമായി 1, 2, 3, 4 എന്ന് ഓരോ ദിവസങ്ങളെയും ഏറ്റവും ശ്രേഷ്ഠകരമാക്കി തീർക്കുവാൻ പോകുന്ന കൃപയ്ക്കായി നല്ല കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അതിനായി പ്രാർത്ഥിക്കുന്നു. അതെ, ഞങ്ങളുടെ പ്രാർത്ഥനയും ആശീർവാദവും അത് തന്നെയാണ്. നിങ്ങളുടെ ഓരോ ദിവസങ്ങളും ഏറ്റവും അനുഗ്രഹമായിരിക്കണം. നിങ്ങളുടെ ഓരോ ദിവസങ്ങളും ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കണം. എങ്ങനെയാണ് ലോകമനുഷ്യനോടല്ല, ഒരു ഭക്തനോടായി ഞാൻ വിളിച്ചു പറയട്ടെ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും ശ്രേഷ്ഠകരമായി, ഓരോ നൊടികളും ശ്രേഷ്ഠകരമായി മാറുന്നത്? അവന് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ കഴിയുന്ന സമയങ്ങൾ. അതെ, നിങ്ങൾ കർത്താവിനോടൊപ്പമാണെങ്കിൽ, അല്ല കർത്താവ് നിങ്ങൾക്കൊപ്പമാണെങ്കിൽ, നിങ്ങളുടെ ഓരോ ദിവസങ്ങളും ഏറ്റവും അനുഗ്രഹപൂർണമായി തീരും. നിങ്ങൾ കടന്നു പോകുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളുടെ ദിവസത്തെ അനുഗ്രഹമാക്കുവാനായി കടന്നു വരും. പരാജയം മണത്ത ഇന്നലകളിൽ ഒത്തിരി തവണ
പരാജയം നുകർന്ന ആ ഇന്റർവ്യൂ ബോർഡിൽ പ്രിയ കുഞ്ഞെ നിനക്ക് വേണ്ടി യേശു ഇറങ്ങി വരും. ആമേൻ. നിന്റെ ബുദ്ധി കൊണ്ട് ജയിക്കുവാൻ കഴിയാത്തത്, നിന്റെ അറിവ് കൊണ്ട് ജയിക്കുവാൻ കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ നേടിത്തരുവാൻ എൻ്റെ യേശു നിനക്ക് വേണ്ടി കടന്നു വരും. അതെ, നിങ്ങൾ മടങ്ങി വന്ന, പരാജയപ്പെട്ട് മടങ്ങി വന്ന സ്ഥാനങ്ങളിൽ എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും. എന്തിന്? നിങ്ങൾ പരാജിതരായി മടങ്ങാതിരിക്കുവാൻ, നിങ്ങൾ വഴി അടഞ്ഞവരായി, നിങ്ങൾ പകുതി വഴിയിൽ യാത്ര അവസാനിച്ചവരായി മടങ്ങാതിരിക്കുവാൻ എൻ്റെ യേശു നിങ്ങളോട് കൂടെ വരും. എവിടെയൊക്കെ പലരും ഭാരത്തോടെ പറയുന്നുണ്ട്, ഞാൻ കടന്നുപോയ ഇന്ന സ്ഥാനത്ത് എനിക്കൊരു ജയം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല, ഞാൻ കടന്നുപോയ സ്ഥാനത്ത് എനിക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല, ഞാൻ ആയിരുന്ന സ്ഥാനത്ത് എനിക്ക് ചിലത് പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങുവാൻ കഴിഞ്ഞില്ല. ഭാരത്തോടെ ആയിരിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഈ ആഴ്ച യേശു നിന്നോട് കൂടിയിരിക്കും. നീ പരാജയപ്പെട്ട് മടങ്ങിയെടുത്ത്, നീ തലകുനിച്ചു മടങ്ങിയെടുത്ത്, നീ നിരാശയോടെ ആയിരുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ ജയാളിയാക്കി മടക്കി വരുത്തും. അതെ, ഈ ആഴ്ച ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ, നിരാശയുടെ അനുഭവങ്ങളിൽ സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. തുടർന്ന് ഇന്ന് നടക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യം ഇല്ല. യഹൂദായും യെരൂശലേമും ആയുള്ളവരേ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. ഒരു നിമിഷം കൂടെ തലകൾ വണങ്ങാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി കൊതിച്ചാട്ടെ. അധരങ്ങളിൽ നിന്ന് കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ശബ്ദമുയരട്ടെ. യേശുവേ, ഈ സമയം ഞങ്ങളങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. വായിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളങ്ങെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഭക്തന്മാരുടെ ജീവിതത്തെ ചരിത്രമാക്കി മാറ്റിയ, ജയത്തിൻ്റെ ചരിത്രമാക്കി മാറ്റിയ നല്ല കർത്താവേ, ഇന്ന് ഈ സമയം അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ പരാജയങ്ങളെ ജയമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഈ പകൽക്കാലവും ഞങ്ങൾ അനുഭവിക്കട്ടെ. അപ്പാ, ഞങ്ങളെ തുരത്തുന്ന, ഞങ്ങളെ ഓടിക്കുന്ന, ഞങ്ങളെ പരാജയപ്പെടുത്തുന്ന ആ ശത്രുവിനെ ജയിക്കുവാനും ശത്രുവിൻ്റെ ഇഷ്ടങ്ങളെ തകർക്കുവാനും തക്കവണ്ണം ഞങ്ങളോട് അങ്ങ് കൂടിയിരിക്കണമേ കർത്താവേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കൊതിച്ചതിനകത്തായിരിക്കുന്നവരുണ്ട്, ലൈവിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. സ്വർഗമേ, അങ്ങ് സംസാരിക്കണമേ കർത്താവേ. അങ്ങയുടെ ശബ്ദം ഇടമുറിയാതെ കേൾക്കട്ടെ കർത്താവേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ പ്രിയ ശിഷ്യന്മാർ അങ്ങയുടെ ശബ്ദം കേട്ട് പ്രാപിച്ച് സന്തോഷിച്ചതുപോലെ ഇന്ന് അങ്ങയുടെ ശബ്ദം ചില വ്യക്തികൾ എങ്ങളോടെ കാത്തിരിക്കുന്ന, യേശുവേ നീ എന്നോട് സംസാരിക്കണമേ, യേശുവേ അങ്ങയുടെ ഇമ്പസ്വരം എനിക്ക് കേൾക്കണം എന്ന ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവർ കേൾക്കുവാൻ പോകുക. അതേ, നീ എൻ്റെ കർത്താവിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ പോകുക. കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ ശബ്ദം, നീ ഇനി രോഗിയല്ല എന്ന് പറഞ്ഞ ശബ്ദം, നീ ഇനി അടിമയല്ല എന്ന് പറഞ്ഞ ശബ്ദം, നീ ഇനി പരാജിതനല്ല എന്ന് പറഞ്ഞ ശബ്ദം, ലോകാവസാനത്തോളം ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ ഞാൻ നിങ്ങളോട് കൂടിയിരിക്കുമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദം ചിലർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. ആമേൻ. ഒറ്റപ്പെടലുകൾക്ക് അറുതി വരുത്തുന്ന, നിരാശകൾക്കും കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾക്കും അറുതി വരുത്തുന്ന ദൈവിക സാമീപ്യം ചിലർ അനുഭവിക്കുക. യേശുവിൻ നാമത്തിൽ ഒറ്റയ്ക്കായി പോയ ചിലർ, എല്ലാവരും ഉള്ളപ്പോഴും ഒറ്റയ്ക്കായി തീർന്ന ചിലർ ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. കർത്താവിന്ന് ചിലരോടൊപ്പം സഞ്ചരിച്ചു തുടങ്ങുക. ഒറ്റയ്ക്കായെന്ന് തിരിച്ചറിഞ്ഞായിരിക്കുന്നവരോടൊപ്പം കർത്താവ് സഞ്ചരിച്ചു തുടങ്ങിയ രോഗികളെ യേശു സൗഖ്യമാക്കിയ. പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഇന്ന് അങ്ങയുടെ വചനത്തിന് മുമ്പിൽ തിരുസഭയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, ഈ വചന സന്ദേശത്തിനൊപ്പം ഞങ്ങളായിരിക്കുമ്പോൾ ഈ വചനമയച്ച് ഞങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ കർത്താവേ. സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഈ നല്ല പകലിൽ ഞങ്ങൾക്ക് അവസരം നൽകണമേ. അപ്പാ, ഞങ്ങൾ ഇതിനകം
വീടിനകത്ത് പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയേണ്ട സ്ഥാനങ്ങളിൽ അങ്ങ് സന്ദർശിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കണമേ, ഞങ്ങളുടെ മക്കളെ സന്ദർശിക്കണമേ, ഞങ്ങളുടെ തൊഴിലിടങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളെ സന്ദർശിക്കണമേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ താഴ്ത്തിയാട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠകരമാക്കി അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയുമാക്കി ഈ ആഴ്ചയെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ വാക്യം ഞാൻ വായിക്കട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യം ഇല്ല. യഹൂദയും യെരൂശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ വേദഭാഗത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പറഞ്ഞേ, ഞാൻ ഭയപ്പെടില്ല, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടില്ല, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടില്ല, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഈ വചനം വായിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊപ്പം ദൂരത്തും ചാരത്തുമായിരിക്കും നിങ്ങളോട് പറയുവാൻ പറഞ്ഞൊരു ദൂത്, അതെ, പ്രവചന ദൂതായി നിങ്ങൾക്ക് കൈമാറി മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് ഈ സമയം എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ശത്രു, അത് മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, ആ ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ അശക്തരെന്നെണ്ണി അതേ നിന്റെ മുമ്പിൽ ഭീമാകാര രൂപം പൂണ്ടായിരിക്കുന്ന തകർത്ത് കളയുവാൻ സകല സഞ്ചാരങ്ങളോടും കൂടെ ഒരുങ്ങിയായിരിക്കുന്ന ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ ഭയന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ പ്രവചിച്ചു പറയട്ടെ, ഈ ശത്രുവിന് നേരെ നീ എഴുന്നേൽക്കേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേൽക്കും. നീ മുൻപിൽ കാണുന്ന ശത്രുവിന് നേരെ, നിന്റെ മുൻപിൽ കാണുന്ന ശത്രുവിന് നേരെ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആ ശത്രുവിന് നേരെ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, രോഗമെന്ന ആ ശത്രുവിന് നേരെ, കടമെന്ന ആ ശത്രുവിന് നേരെ, തകർച്ചയെന്ന ആ ശത്രുവിന് നേരെ, നിന്റെ കുടുംബത്തിന് മേൽ അവകാശം പറയുന്ന, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ എഴുന്നേറ്റ് വരുന്ന ആ ശത്രുവിന് നേരെ, ഓ റാധിയ ശഖ റദരേ ശന്ധാരകന, അതെ, ഒരു മനുഷ്യനും ആ ശത്രു മനുഷ്യനാണെങ്കിൽ അവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ആ ശത്രു പിശാചാണെങ്കിൽ അവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ആ ശത്രു അതേ സാഹചര്യങ്ങളാണെങ്കിൽ ആ സാഹചര്യം നിനക്ക് വിരോധമായി നിൽക്കുകയില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ആ ശത്രുവിന് മുമ്പിൽ നീ പരാജയപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആ ദുഷ്ട മനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നീ തകർന്നു പോകുവാൻ, ആ ദുഷ്ട മനുഷ്യരുടെ അപവാദ പ്രചരണങ്ങളിൽ നീ തകർന്നു പോകുവാൻ, നിനക്ക് വിരോധമായി പറയപ്പെടുന്ന കള്ള സാക്ഷ്യങ്ങളിൽ, അതെ, ഈ ആഴ്ച ചിലരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിധത്തിൽ വിളിച്ചു പറയുന്നു, ചില കള്ള പ്രവചനങ്ങളിൽ, ചില കള്ള പ്രചരണങ്ങളിൽ, ചില കള്ള സാക്ഷ്യങ്ങളിൽ, അതെ, ചില കള്ള സാക്ഷ്യങ്ങളിൽ, സഹോദരി സഹോദര, നിന്റെ കുടുംബ ജീവിതം ചില കള്ള സാക്ഷ്യങ്ങളിൽ, ചില കള്ള പ്രചരണങ്ങൾ, ഓ റാധിയ ശഖ റദരേ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധോർഗന, യേശുവിൻ നാമത്തിൽ ചിലർ വല്ലാതെ തകർന്നായിരിക്കുക. ദുഷ്പ്രചരണങ്ങൾ കേട്ട്, കള്ള പ്രചരണങ്ങൾ കേട്ട്, അസത്യങ്ങൾ കേട്ട് കുടുംബ ജീവിതത്തിന്റെ സ്വസ്ഥത, സമാധാനം നഷ്ടപ്പെട്ടായിരിക്കുന്ന ചിലർ കേൾക്ക്, നീ തകർന്നു പോകുവാൻ അവരുടെ വായിൽ നിന്ന് വരുന്ന അപവാദമെന്ന കള്ള സാക്ഷ്യമെന്ന ആ ആയുധത്തിൽ നീ തകർന്നു പോകുവാൻ, നീ തളർന്നു പോകുവാൻ എൻ്റെ ദൈവം, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അവൻ നിന്നെ അനുവദിക്കത്തേ ഇല്ല. മനുഷ്യന്റെ, ഓ സ്തോത്രം, ഇഷ്ടത്തിന് ഒത്തവണ്ണം നിന്റെ ജീവിതം നശിച്ചു പോകുവാൻ, നിന്റെ എതിരാളികളുടെ ആഗ്രഹത്തിനൊത്തവണ്ണം നീ അവരുടെ മുമ്പിൽ തല കുനിച്ചു, ഓ യെസ്, യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചിലർ ആഗ്രഹിക്കുന്നുണ്ട് നീ തുടങ്ങിയ നാളിലെ പോലെ എല്ലാ നാളിലും ചിലരുടെ മുമ്പിൽ കൈനീട്ടി, ചിലരുടെ മുമ്പിൽ തലകുനിച്ച് ചിലരുടെ ഇഷ്ടത്തിനായിരിക്കണം. കേൾക്ക്,
അങ്ങനെ ആരുടെയെങ്കിലും ഇഷ്ടത്തിന് നിന്നെ വിട്ടുകൊടുക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അവരുടെ ഇഷ്ടത്തിന് അവരുടെ കാൽ കീഴിൽ നിൽക്കുവാൻ തക്കവണ്ണം നിന്നെ തോൽപ്പിക്കുവാൻ, നിന്നെ പരാജയപ്പെടുത്തുവാൻ എൻ്റെ ദൈവം അവരെ അനുവദിക്കത്തേയില്ല. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഹല്ലേലൂയ. ആ ശത്രുവിന്റെ ആയുധം കൊണ്ട് മുറിപ്പെട്ടവനായി നീ മാറുവാൻ എൻ്റെ ദൈവം, അതേ സർവശക്തനായ ദൈവം, അവൻ നിങ്ങളെ അനുവദിക്കത്തേ ഇല്ല. അവന്റെ മന്ത്രവാദത്തിൽ നീ തകർന്നു പോകുവാൻ, അതെ അവന്റെ ആ വിചാരങ്ങളിൽ നീ തകർന്നു പോകുവാൻ, അവന്റെ ക്ഷുദ്ര പ്രയോഗങ്ങളിൽ നീ തകർന്നു പോകുവാൻ, നിന്റെ കുടുംബം നശിച്ചു പോകുവാൻ, നിന്റെ തലമുറകൾ ഇല്ലാതായി തീരുവാൻ കേൾക്ക്, എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. ഒരു മന്ത്രവാദിക്ക് മുൻപിലും മുട്ടുമടക്കുവാൻ, ഒരു ആഭിചാരകന് മുമ്പിലും മുട്ടുമടക്കുവാൻ, ഒരു സൂത്രക്കാരന് മുമ്പിലും മുട്ടുമടക്കുവാൻ, ഒരു ദുരാലോചനക്കാരന് മുമ്പിലും മുട്ടുമടക്കുവാൻ, ഒരു സ്തോത്രം വൃത്തികെട്ട മനസ്സിനുടമയ്ക്ക് മുൻപിലും മുട്ടുമടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും. ആമേൻ. സ്തോത്രം. പിശാചിന്റെ ആയുധമായ രോഗങ്ങളിൽ നിങ്ങൾ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം നിങ്ങളെ അനുവദിക്കത്തേയില്ല. ഒരുപക്ഷേ ഈ ദൂത് എത്രത്തോളം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു, എത്രത്തോളം നിങ്ങളെ ആത്മനിറവിലാക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഈ ദൂത് കേൾപ്പിച്ച സമയം തന്നെ, ആമേൻ, സ്തോത്രം, ജീവിതം മാറിയ ഒരു സാക്ഷ്യമുള്ള ദൂതാണ് ഈ ദൂത്. ആമേൻ. ഒരു സമൂഹത്തിന്റെ, ഒരു വലിയ കൂട്ടത്തിന്റെ ജീവിതം മാറിയ, അവരെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു ദൂത്. ഒരിക്കൽ ഈ ദൂത് ഒരു പ്രവാചകനിലൂടെ, പ്രവാചക ശബ്ദമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുഴങ്ങി കേൾക്കുകയുണ്ടായി. ആമേൻ. സ്തോത്രം. എന്തുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മെസ്സേജ് നിങ്ങൾക്ക് കൈമാറുന്ന ഞാൻ സന്തോഷിക്കുന്നതിനേക്കാൾ അധികം ആ ജനം സന്തോഷിച്ചു എന്ന് ചോദിച്ചാൽ, ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ, അവരെ ഭരണ സാരഥ്യം ദൈവം ഏൽപ്പിച്ച യഹോശാഫാത്ത് എന്ന രാജാവ്, അവർ യുദ്ധമുഖത്തായിരിക്കുന്നു. ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്ന് കുറച്ചു പേർ യുദ്ധത്തിന് വന്നു എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയോ 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കൂട്ടണി ഉണ്ടാക്കി. 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കൂട്ടണി ഉണ്ടാക്കി. ആമേൻ. സ്തോത്രം. ആ ആലോചന പങ്കുവെക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് പറയുന്നു, നിനക്ക് വിരോധമായി 3 വ്യക്തികൾ ചേർന്ന് നിന്റെ സ്വസ്ഥതയെ തകർക്കുവാൻ, നിന്റെ സമാധാനത്തെ തകർക്കുവാൻ, നിന്റെ സന്തോഷകരമായ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം എഴുന്നേറ്റ അറിവ്, ആമേൻ, അറിഞ്ഞ നാൾ മുതൽ നീ ഭയപ്പെട്ടായിരിക്കുന്നുണ്ട്. ഇവരോട് എങ്ങനെ ഞാൻ എതിർത്ത് നിൽക്കും? എനിക്ക് വിരോധമായി നിൽക്കുന്ന ഇവർ ശക്തന്മാരാണല്ലോ. കേൾക്കണമേ, നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ആ വ്യക്തികൾ ശക്തന്മാരാണല്ലോ. നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തികൾ ശക്തന്മാരാണല്ലോ. സ്കൂളിൽ, കോളേജിൽ ആ കൂട്ടുകെട്ടുണ്ടാക്കുന്ന വ്യക്തികൾ ശക്തന്മാരാണല്ലോ. എന്നെക്കാൾ ആ സ്തോത്രം സ്വാധീനം ഉള്ളവരാണല്ലോ. ഞാൻ എങ്ങനെ ഇവരോട് എതിർത്ത് നിൽക്കും? അങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ ദൂതാവർത്തിച്ച് പറയട്ടെ, ഈ പടയിൽ നീ പൊരുതേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ആ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന സർവശക്തനായ ദൈവം നിനക്കൊപ്പമുണ്ട്. അതെ, ഈ പടയിൽ നീ പൊരുതേണ്ട ആവശ്യമില്ല. നിനക്ക് വിരോധമായി യുദ്ധം ചെയ്യുന്ന ശത്രുവിനോട്, നിന്നെ ഉപദ്രവിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ശക്തന്മാരായ, കരുത്തന്മാരായ, ആൾ ബലം, ആൾ വലിപ്പം, ആൾ എണ്ണം കൂടുതലുള്ളവരോട് സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കേൾക്കണമേ, 3 രാജ്യങ്ങൾ, 3 രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് യഹോശാഫാത്തിനും ദൈവത്തിന്റെ ജനത്തിനും വിരോധമായി കടന്നു വരുന്നു. ആമേൻ. അവർ ആ 3 സൈന്യത്താൽ ചുറ്റപ്പെടുന്നു. ശ്രദ്ധിക്കുക, 3 സൈന്യത്താൽ ചുറ്റപ്പെടുന്നു. ആമേൻ. അവർക്ക് മറ്റാരിലും ആശ്രയിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അവർ ആയിരിക്കുന്ന രാജധാനിയിൽ നിന്ന് പുറത്തു പോകുവാൻ, പോയി രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ പോയി യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞ് അവരെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥയിലൂടെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ച, കരഞ്ഞ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച, ഇനി മരണം മാത്രം മുൻപിലെന്ന് ചിന്തിച്ചായിരുന്ന സമയത്ത് എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നത് പോലെ ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവിനാൽ അവർ കേട്ടു, ഈ പടയിൽ നിങ്ങൾ പൊരുതേണ്ട ആവശ്യം ഇല്ല, ഈ പടയിൽ നിങ്ങൾ പൊരുതേണ്ട ആവശ്യമില്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ചു പറയട്ടെ, ഈ ആഴ്ച നിനക്ക് മുമ്പിൽ യുദ്ധ സന്നദ്ധനായി നിൽക്കുന്ന ശത്രുവിനോട് എന്റെ ദൈവം പൊരുതും. ഓ റാധിയ ശഖ റദരെ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധോരകന. യേശുവിൻ നാമത്തിൽ ഈ ആഴ്ച നിന്നെ തകർത്ത് കളയുവാൻ, ഈ ആഴ്ച നിന്നെ മുടിച്ചു കളയുവാൻ, നിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ, ഓ സ്തോത്രം, ആരോ സ്തോത്രം, ഈ ആഴ്ച ആമേൻ, ഈ ആഴ്ച ഒരു ടൈം, ഓ സ്തോത്രം, ഒരു ഡെഡ് ലൈനായി കണ്ടായിരിക്കുക. ഈ ആഴ്ച ചിലത് സംഭവിച്ചില്ലെങ്കിൽ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും, എൻ്റെ വീട് ജപ്തിയായി പോകും. ഈ ആഴ്ച എൻ്റെ കയ്യിൽ കുറച്ച് പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ വലിയൊരു കടത്തിലായി തീരും, പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഈ ആഴ്ച എനിക്ക് വേണ്ടി ഒരു സഹായി എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും, ഞാൻ നശിച്ചു പോകും. ഈ ആഴ്ച എനിക്ക് വേണ്ടി ചില വ്യക്തികൾ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ അസ്തമിച്ചു പോകും, എനിക്ക് നല്ലത് പ്രാപിക്കുവാനോ പ്രതീക്ഷിക്കുവാനോ കഴിയത്തില്ല. ഈ ആഴ്ച അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, ഈ ആഴ്ച വിസ വന്നില്ലെങ്കിൽ, ഈ ആഴ്ച ആ പേപ്പർ ശരിയായില്ലെങ്കിൽ ഡെഡ് ലൈൻ ആണ്. ആമേൻ. ഈ ആഴ്ച ഡെഡ് ലൈൻ ആയിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ ആഴ്ച ആമേൻ, നീ പടയിൽ പൊരുതത്തില്ല. സർവശക്തനായ ദൈവം ചില ഡെഡ് ലൈൻ മാറുക. ആമേൻ. ചില ഡെഡ് ലൈൻ മാറുക. ഈ ആഴ്ച നിങ്ങളിൽ വീണ എല്ലാ ഡെഡ് ലൈൻ മാറുക. തിങ്കളാഴ്ച ഡെഡ് ലൈൻ മാറും, ചൊവ്വാഴ്ച ഡെഡ് ലൈൻ മാറും, ബുധനാഴ്ച ഡെഡ് ലൈൻ മാറും, വ്യാഴാഴ്ച ഡെഡ് ലൈൻ മാറും, വെള്ളിയാഴ്ച ഡെഡ് ലൈൻ മാറും, ശനിയാഴ്ച ഡെഡ് ലൈൻ മാറും. ആമേൻ. ശത്രു വരച്ച സകല വരകളും നിന്റെ അവസാനം എന്ന് പറഞ്ഞ്, നീ അവസാനിച്ചു എന്ന് പറഞ്ഞ് ശത്രു വരച്ച സകല വരകളെയും ആമേൻ സ്വർഗത്തിലെ ദൈവം മാറ്റി വരയ്ക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചില വരകളെ, ചില ഡെഡ് ലൈൻസിനെ ഒരിക്കൽ കൂടി സ്തോത്രം, ആ വാക്ക് ആവർത്തിച്ചു പറയട്ടെ, ചില ഡെഡ് ലൈൻസ്. ആമേൻ. ഈ ആഴ്ച ചിലത് സംഭവിക്കണം, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ വലിയൊരു കണ്ണുനീരുണ്ടാകും, വലിയൊരു തകർച്ച ഉണ്ടാകും. ആമേൻ. ഒരു ഡെഡ് ലൈൻ, ശത്രു ഒരു ഡെഡ് ലൈൻ വരച്ചിരിക്കുന്നു. ഒരിക്കൽ അവിധത്തിൽ ഡെഡ് ലൈൻ വരയ്ക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആ മനുഷ്യന്റെ പേര് ഹിസ്കിയാവെന്നാണ്. പിശാച് അവന്റെ ജീവിതത്തിൽ ഒരു ഡെഡ് ലൈൻ വരച്ചു. എന്താണ്? അവന്റെ മരണം. ആമേൻ. അവൻ മരിച്ചു പോകും, ഇനി അവൻ ജീവിക്കത്തില്ല. ആ റെഡ് ലൈൻ വീണ ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടായി പ്രവാചകന്റെ അടുക്കലേക്ക്. പ്രവാചകൻ ഓടിപ്പോയി ഹിസ്കിയാവിനോട് പറഞ്ഞു, ഹിസ്കിയാവേ, ആമേൻ, ഒരു റെഡ് ലൈൻ വീണിട്ടുണ്ട്, ഒരു റെഡ് ലൈൻ വീണിട്ടുണ്ട്, നിന്റെ കാര്യം പോക്കായിരിക്കുന്നു. എന്നാൽ അത് കേട്ട ഉടനെ ലോക മനുഷ്യനെ പോലെ പേടിച്ച് നിലവിളിച്ച് വിളറി പിടിച്ച് ഓടാതെ, ഒരിക്കൽ കൂടി കേൾക്കണമേ, ഒരു ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതാകട്ടെ ദോഷമാകുന്നതാകട്ടെ, ഒരു ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ലോക മനുഷ്യനെ പോലെ വിറളി പിടിച്ച് ഓടുവാനോ അതിൽ കുറ്റം കണ്ടെത്തുവാനോ അതെന്തായി തീരുമെന്ന് ചിന്തിക്കുവാനോ നിൽക്കാതെ, ഭ്രമിക്കാതെ, ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ആ ദൂത് അത് കഷ്ടതയാണെങ്കിൽ അത് നീങ്ങിപ്പോകും. ആ ദൂത് അത് നല്ലതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകും. ആമേൻ. ഡെഡ് ലൈൻ വീണു, ഡെഡ് ലൈൻ ആയി കേട്ടു ഹിസ്കിയാവ്. ആമേൻ. സ്തോത്രം. പേടിച്ചില്ല, ഓടിയില്ല, നിലവിളിച്ചില്ല. ആമേൻ. ഒരുപക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഹിസ്കിയാവ് പേടിച്ചോടിയിരുന്നെങ്കിൽ രാജധാനി മുഴുവനും ഓടിയേനെ, ഇസ്രായേൽ മുഴുവനും ഒരു വിലാപമുണ്ടായേനെ, ചരിത്രത്തിലെ ഏറ്റവും നശിച്ച ദിവസമായി ആ ദിവസം മാറിയേനെ. പലതും കേൾക്കുമ്പോൾ, പലതും അറിയുമ്പോൾ, അത് ഇന്ന ദിവസം ഇന്നത് സംഭവിക്കും, ഇന്ന കാര്യം നടക്കാൻ പോകുന്നു, ഇതാ എല്ലാം തീർന്നു എന്നുള്ള ചില ചിന്തകൾ ഉള്ളിലേക്ക് വരുമ്പോൾ പേടിച്ച് ചാടി ബഹളം വെച്ച് ഓടുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അധ്യായങ്ങളായി ആ അധ്യായം എല്ലാ കാലത്തും നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള അധ്യായങ്ങൾ വേണ്ട. ആമേൻ. തിരിച്ചറിയുക, നീ ഒരു കാര്യം ഭയപ്പെടുവാൻ തക്കവണ്ണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അറിയിച്ചത് പിശാചല്ല, ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നീ ഒരു അനർത്ഥത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഒരു കഷ്ടതയെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ അത് നിന്നെ തകർക്കുവാൻ പിശാച് അറിയിച്ചു
അറിയിച്ചതല്ല. ഓ ആമേൻ, ഹല്ലേലൂയ. നീ പുറത്തു വരുവാൻ എൻ്റെ ദൈവം നിന്നോട് അരുളി ചെയ്തതാ. ആമേൻ. തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം, തൻ്റെ ഭക്തന്മാർ മുഖാന്തരം, അല്ലെങ്കിൽ നിന്റെ ശത്രുക്കൾ മുഖാന്തരം അത് നിന്നോട് എൻ്റെ ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് നിശ്ചയമായും പുറത്തു വരും. എങ്ങനെ ഹിസ്കിയാവ് പുറത്തു വന്നു? ഹിസ്കിയാവ് ചുവരിന് നേരെ മുഖം തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഈ ആഴ്ച ചില ഡെഡ് ലൈൻ വീണ് എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ ഈ ആഴ്ചയിൽ എന്തൊക്കെയോ സംഭവിക്കും. ആമേൻ, എനിക്കറിയത്തില്ല. പലരും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ആഴ്ച എന്തൊക്കെയോ സംഭവിക്കും. ഞങ്ങളുടെ ജീവിതം തകരും, ഞങ്ങളുടെ കുടുംബം തകരും, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടും, ഞങ്ങളുടെ സ്തോത്രം പലതിനെയും ഡെഡ് ലൈൻ വീണ ഒരാഴ്ച, പലതിനും ഡെഡ് ലൈൻ വീണ ഒരാഴ്ച. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പലതിനും ഡെഡ് ലൈൻ വീണ ഒരാഴ്ച. ആമേൻ, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം അതിനെ മാറ്റി വരയ്ക്കുവാൻ പോകുക. ആമേൻ, പിശാച് വരച്ച വരെ ദൈവം മാറ്റി വരയ്ക്കും. 15 വർഷങ്ങൾക്ക് അപ്പുറം കൊണ്ടുപോയൊരു വര ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ഇട്ട ഒരു ദൈവം നിന്റെ സ്തോത്രം ആമേൻ ചില ഡെഡ് ലൈനിനെ മാറ്റുവാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആമേൻ സ്തോത്രം നാളുകളെ ദൈവം ദീർഘിപ്പിച്ചു തരിക. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം ഡേറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തു തരിക. സഹോദര, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുക. നീ ആഗ്രഹിക്കുന്നത് വരെ, നീ പ്രാപിക്കുന്നത് വരെ അവിടെ തുടരുവാൻ. മാധവേ, നിന്റെ തലമുറകൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നന്മ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം അവരുടെ തീയതിയെ പിശാച് വരച്ച ആ വരയെ മാറ്റി ആ ഡേറ്റിനെ ദൈവം എക്സ്റ്റെൻഡ് ചെയ്യുവാൻ പോകുക. ഹിസ്കിയാവിന്റെ നാളുകളെ നീട്ടി നൽകിയ ദൈവം ആമേൻ ചിലരുടെ നാളുകളെ നീട്ടി നൽകുക. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കണമേ, അവിധത്തിൽ 3 ശത്രു രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം തന്റെ സ്തോത്രം ഭക്തനിലൂടെ അവരോട് ദൂത് അറിയിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട, ഈ പടയിൽ നീ പൊരുതേണ്ട. ആമേൻ. അവരതെത്രമാത്രം സന്തോഷിപ്പിച്ചു കാണുന്നു. ഒരു കല്ലെടുത്ത് പോലും എറിയുവാൻ കഴിയാത്ത വിധത്തിൽ അശക്തരായി തീർന്നവർ എന്നെ കേൾക്കുന്ന പലരും ആ വിധത്തിൽ മുൻപിലുള്ള ശത്രുവിന്റെ വലിപ്പം കണ്ട് ഭയന്നായിരിക്കുന്നുണ്ട്. നിന്റെ ശത്രു ആമേൻ അത് മനുഷ്യരാകട്ടെ പിശാചാകട്ടെ, ഒരിക്കൽ കൂടി പറയട്ടെ, നിന്നെ ഭയപ്പെടുത്തുന്ന പിശാചാകട്ടെ, നിനക്ക് വിരോധമായി നിൽക്കുന്ന മനുഷ്യരാകട്ടെ, അവരുടെ വലിപ്പം നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്നാൽ കേൾക്ക്, ആമേൻ, യഹോശാഫാത്തിന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ. ഓടി രക്ഷപ്പെടുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവരോട് കൂടെ ഇരുന്ന ദൈവം. തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം. ആ സ്തോത്രം, ആമേൻ. ആ ശത്രു വന്ന വഴി പോലും ഇല്ലാത്ത വിധത്തിൽ അവരെ ദൈവം, ശത്രുക്കളെ ദൈവം തൻ്റെ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഓടിക്കുമാറാക്കി. എന്തുകൊണ്ട്? പ്രാർത്ഥിച്ച, കരഞ്ഞ, ദൈവസന്നിധിയിൽ നിലവിളിച്ച അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിയത് കൊണ്ട്. നിങ്ങളുടെ കൈകളല്ല നിങ്ങൾക്ക് സ്ഥായിയായ ജയം നൽകുന്നത്, നിങ്ങളുടെ നാവല്ല, നിങ്ങളുടെ ആരോഗ്യമല്ല, നിങ്ങളുടെ ബുദ്ധിയല്ല. എൻ്റെ ദൈവത്തിന്റെ സാമീപ്യം നിങ്ങൾക്ക് സ്ഥായിയായ ജയം നൽകും. ഒരു ശത്രുവിനും, അത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, മനുഷ്യനാകട്ടെ പിശാചാകട്ടെ, അവർക്ക് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾക്ക് ജയം നൽകും. ആ വാക്യത്തിൽ നിന്ന് ഒരു 3 ദൂതുകൾ നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു വാക്ക് നിങ്ങളുടെ ചിന്തയ്ക്കായി അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു വാക്ക് നൽകുകയാണ്. ആ വാക്ക് ഇതാണ്. ആ സ്തോത്രം വേദഭാഗത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന, സ്പെസിഫിക്കായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക്, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ആ പദം ഇതാണ്, സ്ഥിരമായി നിന്ന്. ആമേൻ. ഒന്ന് പറഞ്ഞേ, സ്ഥിരമായി നിന്ന്. സ്ഥിരമായി നിന്ന്. ഈ പദത്തിൻ്റെ 3 വ്യത്യസ്ത അർത്ഥങ്ങൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നമ്മൾ ധ്യാനിക്കും. അനുഗ്രഹിക്കപ്പെട്ട 3 ദൂതുകളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് നിങ്ങൾക്ക് കിട്ടും. ആ വാക്ക് ആവർത്തിക്കട്ടെ, സ്ഥിരമായി. ഒരിക്കൽ കൂടി ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, സ്ഥിരമായി. സ്തോത്രം. നോക്കാം ആ വാക്കിൻ്റെ 3 അർത്ഥതലങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ. ഒന്ന്, എന്നേക്കും അല്ലെങ്കിൽ എന്നേക്കും. സങ്കീർത്തനം 125 അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ
എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും 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 നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. സ്ഥിരമായി എന്ന വാക്കിനെ മറ്റൊരു അർത്ഥം വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. ആമേൻ. സിയോൻ പർവ്വതം. എന്താണ് സിയോൻ പർവ്വതത്തിൻ്റെ പ്രത്യേകത? അത് ദൈവത്തിൻ്റെ പർവ്വതമാണ്. ദൈവത്തിൻ്റെ പർവ്വതം എന്നാൽ ദൈവം ഇറങ്ങി വരുന്ന പർവ്വതം. എന്തിനാണ് ദൈവം സിയോൻ പർവ്വതത്തിൽ ഇറങ്ങി വന്നിട്ടുള്ളതും ഇറങ്ങി വരുന്നതും? പർവ്വതത്തിന് വേണ്ടിയല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, പർവ്വതത്തിന് വേണ്ടിയല്ല, മറിച്ച് ആവശ്യക്കാരായ ഒത്തിരി പേർക്ക് വേണ്ടി ദൈവം സിയോനിൽ ഇറങ്ങി വരും. ആ സിയോൻ പർവ്വതത്തിന് ഒരു ഭാഗത്തിന് മറ്റൊരു പേരുണ്ട്. ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. സിയോൻ പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ് മോറിയ മല. സിയോൻ പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ് മോറിയ മല. ഒരിക്കൽ ആവശ്യക്കാരനായ അബ്രഹാം തൻ്റെ തലമുറയുമായി മോറിയ മലയിലേക്ക് കയറിപ്പോയി എന്ന് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആര് കയറിപ്പോയി? അബ്രഹാം തൻ്റെ തലമുറയുമായി കയറിപ്പോയി. ദൈവം തൻ്റെ ദൂതനെ അയച്ചു. അവിടെ അബ്രഹാമിന് വേണ്ടത് കരുതി. എവിടെ? സിയോൻ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് ദൈവം തൻ്റെ ഭക്തന് വേണ്ടത് കരുതി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കൊരു ദൈവമുണ്ട്. അവൻ പേരിന് മാത്രം ഒരു ദൈവമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് പൊങ്ങച്ചമടിക്കുവാൻ മാത്രം ഒരു ദൈവമല്ല. നിനക്ക് കുറേ ദൈവങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്കും ഒരു ദൈവമുണ്ടെന്ന് പറയുവാൻ മാത്രമുള്ള ഒരു ദൈവമല്ല. ആ ദൈവം തക്ക സമയത്ത് എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങി വരുന്നവരത്രേ. ആമേൻ. ചിലത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ സ്വസ്ഥമായി സമാധാനമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ട പലതും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി, ആവശ്യക്കാരായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആയിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ. ആമേൻ. ദൂത. ആമേൻ. ഹല്ലേലൂയ. പലതും കയ്യിലുണ്ട്, നഷ്ടപ്പെട്ടു പോകുമോ? ഭയം അതാണ്. ആമേൻ. എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ കൈവശമുള്ളത് നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോകുമോ? നീ ഭയന്ന് ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നീ നഷ്ടപ്പെട്ടവനായി പോകും, നീ നഷ്ടപ്പെട്ടവനായി തീരുമെന്ന് ഭയന്നായിരിക്കുന്ന അതേ സമയത്ത് ഈ പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി നിനക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ആയിരിക്കുന്നു. ആമേൻ. ആ കരുതലുണ്ട്. നീ നഷ്ടപ്പെട്ടവനായി തീരുവാൻ, നീ പരാജിതനായി തീരുവാൻ, നീ ഇല്ലാത്തവനായി തീരുവാൻ എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം, അവൻ അനുവദിക്കത്തേ ഇല്ല. ഹല്ലേലൂയ. നോക്കൂ, അബ്രഹാമിൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവം എവിടെയാണ്? സിയോനിൽ ഇറങ്ങി വന്ന ദൈവം. ശ്രദ്ധിക്കണമേ. ആമേൻ. ഇവിടെ സ്തോത്രം, ഈ സിയോൻ എന്ന പർവ്വതം, മോറിയ മലയുടെ ആമേൻ പ്രധാന ഭാഗമായിരിക്കുന്ന പർവ്വതം ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇടനിലക്കാരൻ മാത്രമാണ്. ആർക്കും ആവശ്യക്കാരനായ മനുഷ്യനും സർവശക്തനായ ദൈവത്തിനും ഇടനിലക്കാരനായ സിയോൻ പർവ്വതം, ആവശ്യക്കാരനായ മനുഷ്യനും സർവശക്തനായ ദൈവത്തിനും ഇടനിലക്കാരൻ മാത്രമാണ്. അല്ലെങ്കിൽ അവരെ കൂട്ടിമുട്ടിക്കുന്ന ഒരു മുഖാന്തരം മാത്രമാണ്, അവരെ പ്രാപിപ്പിക്കുമാറാക്കുന്ന ഒരു മുഖാന്തരം മാത്രമാണ് ഈ പർവ്വതം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടോ? പലരും ചിന്തിക്കുന്നത് ഇതാണ്. ഈ കാലഘട്ടത്തിൽ പലരുടെയും ചിന്ത ഇതാണ്, ഞങ്ങൾ വിളിച്ചാലും ദൈവം കേൾക്കത്തില്ലേ? ശരിയാണ്, ദൈവം കേൾക്കും. ദൈവം കേൾക്കാതിരിക്കാൻ പൊട്ടനൊന്നുമല്ലല്ലോ. ദൈവം കേൾക്കും. ആര് വിളിച്ചാലും ദൈവം കേൾക്കും. എപ്പോൾ വിളിച്ചാലും ദൈവം കേൾക്കും. ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും ദൈവം കേൾക്കും. അങ്ങനെ ദൈവം കേൾക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇടനിലക്കാർ? പിന്നെ എന്തിനാണ് ആമേൻ സ്തോത്രം ഒരു സഭ? പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചിലർ, ഞങ്ങൾക്ക് വേണ്ടി കരയുവാൻ ചിലർ? പലരുടെയും പലപ്പോഴുമുള്ള ചോദ്യം ഇതാണ്. പിന്മാറ്റത്തിന് മുമ്പ് പിശാചായവൻ പഠിപ്പിക്കുന്ന ഒരു തിയറിയാണ്, തിയോളജിയാണിത്. ഞാൻ മാത്രം പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഇങ്ങനെയാണ് സംഖ്യാപുസ്തകത്തിലും ആമേൻ 16-ാം അധ്യായത്തിൽ കോരഹും അവന്റെ തലമുറയും ഒഴിഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ടായത്. ആമേൻ സ്തോത്രം. അവരും ഒരു ദിവസം ഇങ്ങനെ സ്വയം ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. മോശ പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, മോശയോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ,
കൈക്കൊള്ളത്തുള്ളൂ. മോശയിലൂടെയും അഹരോനിലൂടെയും മാത്രമേ ദൈവം ആരാധന കൈക്കൊള്ളത്തുള്ളൂ. ആമേൻ, സ്തോത്രം. ഇങ്ങനെ ചിന്തിക്കുന്നവരോടായി ഞാൻ പറയട്ടെ, ആമേൻ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യുക എന്നുള്ളതല്ല മനുഷ്യന്റെ ഉത്തരവാദിത്വം, അത് അനുസരിക്കുക എന്നുള്ളതാണ്. ആമേൻ. നിങ്ങളോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ബൈബിൾ പറയുന്നു, ചിലർ തങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നത് പോലെ ഉപേക്ഷയായി വിചാരിക്കരുത്. ആമേൻ. അങ്ങനെ ദൈവം പറഞ്ഞാൽ, ബൈബിൾ പറഞ്ഞാൽ, ആമേൻ, അതിനെ ചോദ്യം ചെയ്യുന്നവനല്ല ഭക്തൻ. ആമേൻ. ദൈവം പറയുന്നതിനെ ചോദ്യം ചെയ്യുന്നവനല്ല ഭക്തൻ. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും, സ്തോത്രം, എനിക്കെപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും? ആമേൻ. നിങ്ങൾ ആമേൻ ആ വചനം അനുസരിച്ച് ജീവിച്ച് നിത്യതയിലെത്തുമ്പോൾ നിങ്ങൾക്ക് യേശുവിനോട് ചോദിക്കാം. ആമേൻ. ആ വചനം അനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ പിശാചിന്റെ അടുക്കലെത്തുമ്പോഴും തോളി കൈയിട്ടോണ്ട് ചോദിക്കാം, പിശാചെ മച്ചമ്പി, എന്താണ് ഇതിനുള്ള കാരണം? അങ്ങനെ പറയുവാനുള്ള കാരണം എന്താണ്? ആമേൻ. നിങ്ങളെ തീയിലിട്ട് വറക്കുന്ന സമയം കുറവ് കിട്ടുമെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു തരും. എന്നാൽ കേൾക്കണമേ, ആമേൻ, കൽപ്പനകൾ അനുസരിക്കുവാനുള്ളതാണ്, ചോദ്യം ചെയ്യുവാനുള്ളതല്ല. ആമേൻ, സ്തോത്രം. നമ്മൾ ഈ ബൈബിളും എടുത്തു വെച്ച് ചോദ്യം ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ദൈവത്തിന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുവാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. നിങ്ങൾ അനുസരിക്കുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത് നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും. നോക്കൂ, അപ്പോൾ സ്തോത്രം, സിയോൻ പർവ്വതം അഥവാ സ്തോത്രം ദൈവത്തിന്റെ പർവ്വതം ഒരു ഇടനിലക്കാരനാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണമേ, എന്തുകൊണ്ട് ഒരു ഇടനിലക്കാരന്റെ ആവശ്യം വേണ്ടി വരുന്നു? പർവ്വതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങളുടെ സഭയെ, നിങ്ങൾ ആ ഇടനിലക്കാരനായിട്ട് ചിന്തിച്ചാട്ടെ. ഈ പർവ്വതത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് കല്ലും മണ്ണുമാണ്. എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ഇല്ല. ആമേൻ. പർവ്വതത്തിന്റെ പ്രത്യേകത എന്താണ്? പർവ്വതത്തിന് ഫീലിങ്സ് ഇല്ല. ആമേൻ, സ്തോത്രം. പക്ഷെ ആവശ്യക്കാരൻ എന്തുണ്ട്? ഫീലിങ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ആമേൻ. ആവശ്യക്കാരൻ ചിലപ്പോൾ കരയും, ചിലപ്പോൾ വേദനിക്കും, ചിലപ്പോൾ നിരാശപ്പെടും, ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും, ചിലപ്പോൾ ഇനി മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കും. ആവശ്യക്കാരൻ അങ്ങനെയാണ്. ഞാൻ ആവശ്യക്കാരനായാലും ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആവശ്യം വന്നു, അപ്പോൾ സഹിക്കുവാൻ കഴിയാത്തൊരു പ്രശ്നത്തിൽ ഞാനായിത്തീർന്നു. ഞാൻ കരയും, ഞാൻ നിലവിളിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനായതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കരയുന്നത്? ദൈവദാസനായതുകൊണ്ട് കരയുന്നതല്ല, മനുഷ്യനായതുകൊണ്ട് കരയുന്നതാണ്. ആമേൻ. ഞാൻ കരയും, ഞാൻ നിലവിളിക്കും. ആമേൻ, സ്തോത്രം. കാരണം എനിക്ക് ആവശ്യക്കാരന് ഫീലിങ്സ് ഉണ്ട്. ആമേൻ. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, പലതും പ്രതീക്ഷിച്ചായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്. ആവശ്യക്കാരാണെങ്കിൽ ആവശ്യക്കാരന് ഫീലിങ്സ് ഉണ്ട്. ആമേൻ. പക്ഷേ മറ്റൊരുവന് ആ ഫീലിങ്സ് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ഒരു രോഗിയായി തീർന്നു, നിങ്ങൾ ഒരു സ്തോത്രം നിങ്ങളുടെ സഭയിലെ പാസ്റ്ററോട്, നിങ്ങളുടെ ശുശ്രൂഷകനോട്, അല്ലെങ്കിൽ നിങ്ങളുടെ അറിയുന്നവരോട് പറഞ്ഞു. ആമേൻ. ആ രോഗം നിങ്ങൾക്കുണ്ട് എന്നറിയുമ്പോൾ മനസ്സുകൊണ്ട് അവൻ വേദനിക്കും, സങ്കടം വരും. പക്ഷേ അവൻ എത്ര വേദനിച്ചാലും നിങ്ങളുടെ വേദന നിങ്ങളിൽ നിന്ന് അവനിലേക്ക് എത്തത്തില്ല. അങ്ങനെ എത്തുമോ? ഒരിക്കലും എത്തത്തില്ല. നമുക്ക് സങ്കടം വരും. അതെങ്ങനെയാണ് വരുന്നത്? മനസ്സുകൊണ്ടാണ് സങ്കടം വരുന്നത്, അല്ലാതെ ശരീരം കൊണ്ടല്ല സങ്കടം വരുന്നത്. മനസ്സുകൊണ്ട്. നിങ്ങൾ വേദന അനുഭവിക്കുന്നത് മനസ്സുകൊണ്ടാണോ? അല്ല, ശരീരം കൊണ്ടാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്, ആവശ്യക്കാരന് ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് ഇല്ലാത്തതാണ് ആമേൻ സീനായി മല. അല്ലെങ്കിൽ ഫീലിങ്സ് ഇല്ലാത്തവനോട്, ആമേൻ, ഫീലിങ്സ് ഇല്ലാത്തവനാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് നിങ്ങളെ പ്രാപിച്ചവരാക്കി മാറ്റേണ്ടത്. അതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണം അല്ലെങ്കിൽ തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ആമേൻ. സകലതും നഷ്ടപ്പെട്ടായിരിക്കുന്ന യോബിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വരികയാണ്. നിങ്ങൾക്ക് വ്യക്തമായി പരിചയം ഉണ്ടല്ലോ. യോബിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു. യോബിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വരുമ്പോൾ യോബിന്റെ ആവശ്യങ്ങൾ എന്താണ്? തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, അത് തിരികെ വേണം. തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, തിരികെ വേണം. തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, തിരികെ വേണം. തൻ്റെ പേര്, പെരുമ, പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ടു. താൻ എല്ലാം നഷ്ടപ്പെട്ടവനായി നിൽക്കുന്നു, എല്ലാം തിരികെ വേണം. ഇനി യോബിനോട് ദൈവം വന്നിട്ട് പറയുകയാണ്, യോബേ, നീ നിന്റെ വിഷയങ്ങളെല്ലാം അങ്ങോട്ട് എഴുതി വെച്ച് കുത്തിയിരുന്ന് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മാനുഷികമായിട്ടൊന്ന് ചിന്തിച്ചോ. യോബ് 10 പ്രാവശ്യം പറയുകയാണ്, യോ എൻ്റെ ശരീരം ദ്രവിച്ചു പോയി, എൻ്റെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി തീർക്കണമേ, ദ്രവിച്ചു പോയ ശരീരത്തെ. ആമേൻ, സ്തോത്രം. ഇത് പറയെ തന്നെ ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ യോബ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. എൻ്റെ ശരീരം ദ്രവിച്ചു പോയി, എൻ്റെ മക്കൾ പോയി, അയ്യോ എൻ്റെ ഭാര്യ പോയി,
പോയി, അയ്യോ എൻ്റെ ഭാര്യ പോയി. ആമേൻ, സ്തോത്രം. നമ്മളൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ അത് തന്നെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കുന്നത് നമ്മളെ കൂടുതൽ ബലഹീനരാക്കി തീർക്കും. ബലവാന്മാരായല്ല, ബലഹീനരാക്കി തീർക്കും. അങ്ങനെ ബലഹീനരായി തീരാതിരിക്കുവാൻ യോബിനോട് ദൈവം പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. നീ വെറുതെ നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആമേൻ BP കൂട്ടി ഹാർട്ട് അറ്റാക്ക് വരുത്തണ്ട. നീ ഇതോ ഇരിക്കുന്ന ആ 2 അവന്മാർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചോ, ബാക്കി ഞാൻ ഏറ്റു. ആമേൻ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാൽ മതി. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നതൊന്നും ഒരു വിഷയമല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും, ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതം മാറുന്ന ഒരു പ്രതിഫലം എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. ആമേൻ. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതല്ല, നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നതല്ല, നിങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി നല്ല മനസ്സോടെ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവം അതിന് പ്രതിഫലം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നോക്കിയേ, അങ്ങനെ ഫീലിങ്സ് ഇല്ലാത്ത സിയോനായി, മീൻസ് എന്നേക്കും ഒരു ഭക്തനായി നിലനിൽക്കണമെങ്കിൽ, എന്നേക്കും ഒരു വിശ്വാസിയായി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഫീലിങ്സ് ഇല്ലാതെ ആയിത്തീരണം. ഹൃദയം കഠിനമായി തീരണം. അങ്ങനെ ഹൃദയം കഠിനമായി തീരുമ്പോൾ, സിയോൻ പർവ്വതം പോലെ ആയിത്തീരുമ്പോൾ എന്ത് സംഭവിക്കും? ആവശ്യക്കാരന് വേണ്ടുവോളം കൊടുക്കുവാൻ ദൈവം സിയോൻ പർവ്വതത്തിൽ ഇറങ്ങി വന്നതുപോലെ ആവശ്യക്കാരായ ഒത്തിരി പേർക്ക് വേണ്ടുവോളം കൊടുക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളിൽ എൻ്റെ ദൈവം ഇറങ്ങി വരും. നിങ്ങൾ ഫീലിങ്സ് ഇല്ലാത്തവരായി മാറുമ്പോൾ, സിയോനിൽ ദൈവം ഇറങ്ങി വന്നതുപോലെ നിങ്ങൾ സ്ഥിരതയോടെ എന്നേക്കും നിലനിൽക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ, സർവശക്തനായ ദൈവം നിങ്ങളിൽ ഇറങ്ങി വരും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടത് നൽകുവാൻ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടത് നൽകുവാൻ, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടത് നൽകുവാൻ, നിങ്ങളുടെ ദേശത്തിന് വേണ്ടത് നൽകുവാൻ, നിങ്ങളുടെ നിങ്ങളുടെ ദേശത്തിന് വേണ്ടത് നൽകുവാൻ. നിങ്ങളുടെ ദേശത്തിൽ കരയുന്ന, പലതും നഷ്ടപ്പെട്ടു പോകുമെന്ന്, പലതും ഇല്ലാതായി തീരുമെന്ന് ഓർത്ത് കരയുന്ന പലർക്കും വേണ്ടത് നൽകുവാൻ എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഈ ഫീലിങ്സ് മാറ്റി വയ്ക്കുമ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ ഈ ഫീലിങ്സ് മാറ്റി വയ്ക്കണം. ഒരുപക്ഷേ ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കും, ഇവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയട്ടെ, നിങ്ങളെക്കാൾ 1 ഇഞ്ചെങ്കിലും കൂടുതൽ പ്രശ്നം അനുഭവിച്ച് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആമേൻ. ഒരു പ്രശ്നമെങ്കിലും ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെക്കാളും കൂടുതലുണ്ട്, മറ്റേതെങ്കിലും വിധത്തിലായിരിക്കുമെന്ന് മാത്രം. ആമേൻ. ആ ഫീലിങ്സിനെ മാറ്റി വെച്ചിട്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എന്തിനു വേണ്ടി? ആവശ്യക്കാരായ ഒത്തിരി പേർക്ക് ദൈവിക കരുതൽ ലഭിക്കുവാൻ വേണ്ടി, ഒത്തിരി പേർ ദൈവിക ശബ്ദം കേൾക്കുവാൻ വേണ്ടി, ഒത്തിരി പേർ ദൈവിക വിടുതൽ അനുഭവിക്കുവാൻ വേണ്ടി. പലതും മാറ്റി വെച്ചിട്ടാ, പലതും കണ്ടില്ല എന്ന് വെച്ചിട്ടാ, പല സങ്കടങ്ങളും മാറ്റി വെച്ചിട്ടാ, പല വേദനകളും വിട്ടുകളഞ്ഞിട്ടാ, ആ ഫീലിങ്സിനെ മാറ്റി വെച്ചിട്ടാ, കരച്ചിലെന്ന ഫീലിങ്സിനെ മാറ്റി വെച്ചിട്ടാ, ദേഷ്യമെന്ന ഫീലിങ്സിനെ മാറ്റി വെച്ചിട്ടാ, അപമാനമെന്ന ഫീലിങ്സിനെ മാറ്റി വെച്ചിട്ടാ, വേദനയെന്ന ഫീലിങ്സിനെ മാറ്റി വെച്ചിട്ടാ, ഇല്ലായ്മ എന്ന ഫീലിങ്സിനെ മാറ്റി വെച്ചിട്ടാ, അതെ ചിലത് മാറ്റി വെച്ച് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉൾപ്പെടെ അനേകർ കർത്താവിന്റെ ശബ്ദം ഞങ്ങളിലൂടെ കേൾക്കുന്നു. നിങ്ങൾ ഉൾപ്പെടെ അനേകർ കർത്താവിൻ്റെതായ പ്രവൃത്തി ഞങ്ങളിലൂടെ അനുഭവിക്കുന്നു. ഫീലിങ്സ് മാറ്റി വെച്ചത് കൊണ്ട്. നോക്ക്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മനുഷ്യനായിരിക്കുകയാണ്. ആ മനുഷ്യന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ, ആമേൻ സ്തോത്രം, എന്തായിരിക്കും? ആമേൻ സ്തോത്രം. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ആമേൻ സ്തോത്രം. ആ പത്മോസ് എന്ന ദ്വീപിൽ സ്തോത്രം ഇവനെ എടുത്തുകൊണ്ട്, യോഹന്നാനെ എടുത്തുകൊണ്ട് ഇട്ട സമയം മുതൽ യോഹന്നാൻ നിലവിളിക്കുവാനായിട്ട് തുടങ്ങും. ദൈവമേ, നീ കണ്ണിൽ ചോരയില്ലാത്തവനാണോ? നീ ക്രൂരനാണോ? നീ ഇങ്ങനെ ഒരുവനാണോ? ഈ വയസ്സാം കാലത്ത് ഈ പാവപ്പെട്ട എന്നെ നീ ഇങ്ങനെ ഇട്ട് ഒറ്റപ്പെടുത്തി കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. ഇവിടെ ആകപ്പാടെ പ്രശ്നമാണ്. കഴുക്കൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്, ഹിംസ ജന്തുക്കൾ നോക്കി നിൽപ്പുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഞാൻ പടമായി തീരാം. നീ എന്നെ ഇവിടെ കൊണ്ടിട്ടല്ലോ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ സ്തോത്ര. ആ ഫീലിങ്സ് ഉണ്ടല്ലോ, മരണവെപ്രാളം മുൻപിൽ, മരണം മുൻപിൽ കാണുന്നവന്റെ ഫീലിങ്സ്, മരണവെപ്രാളം, ഒറ്റപ്പെട്ടവന്റെ ഫീലിങ്സ്, എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഫീലിങ്സ്, ഒന്നും ചെയ്യുവാൻ ഇല്ലാത്തവന്റെ, ഒന്നും ചെയ്യുവാൻ കഴിയാത്തവന്റെ ഫീലിങ്സ്, ആ ഫീലിങ്സ് എല്ലാം മാറ്റിവെച്ചപ്പോൾ ധന്യനായ ഏകാധിപതിയും കർത്താവുമായവൻ പത്മോസിൽ യോഹന്നാന്റെ അടുക്കൽ ഇറങ്ങി വന്നു. ആമേൻ. ആ ഫീലിങ്സ് മാറ്റിവെച്ചപ്പോൾ ഈ പകലിലും കേൾക്ക്, നീ ചില ഫീലിങ്സ് മാറ്റിവെക്കുമ്പോൾ, നീ ചില നിന്റെ വേദനകളും വിഷമങ്ങളും മാറ്റിവെക്കുമ്പോൾ അനേകർക്ക് വെളിച്ചമാകുവാൻ, അനേകർക്ക് വിടുതലാകുവാൻ തക്കവണ്ണം എൻ്റെ
നിന്റെ ദൈവം നിന്നിൽ ഇറങ്ങി വരും. ഒരിക്കൽ കൂടി ദൂതാവർത്തിച്ച് പറയട്ടെ, നിനക്കൊപ്പമായിരിക്കുന്നവർ വിടുവിക്കപ്പെടുവാൻ, നിന്റെ കുടുംബം വിടുവിക്കപ്പെടുവാൻ, നിന്റെ തലമുറകൾ വിടുവിക്കപ്പെടുവാൻ, നിന്റെ ദേശം വിടുവിക്കോ. Thank you Lord. Hallelujah. Hallelujah. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണം, എന്നേക്കും നിലനിൽക്കണമെങ്കിൽ, ആമേൻ, സ്തോത്രം, ദൈവം യുദ്ധത്തിൽ ജയം നൽകിയത് എങ്ങനെയാ? സ്ഥിരമായി നിൽക്കുവാൻ പറഞ്ഞിട്ട്. ആമേൻ, സ്തോത്രം. അപ്പോൾ എന്നേക്കും, സ്ഥിരമായി എന്ന പദത്തിന് തത്തുല്യമായ മറ്റൊരു പദമാണ് നിങ്ങൾ കേട്ടത്, എന്നേക്കും. എന്നേക്കും ദൈവസേനയിൽ നിലനിൽക്കണമെങ്കിൽ ഫീലിങ്സ് പാടില്ല, മറിച്ച് ദൈവം ഉണ്ട്, എനിക്കൊപ്പം ദൈവം ഉണ്ട്, ഞാൻ ദൈവത്തെ കാത്തിരിക്കുന്നവനാണ്, ഞാൻ ദൈവത്തിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നവനാണ്, ആ ദൈവം എന്നെ ഒരു നാളും തള്ളിക്കളയത്തുമില്ല, ഉപേക്ഷിക്കത്തുമില്ല എന്ന ബോധ്യം മാത്രം മതി. ഏത് അവസ്ഥയിലും നമുക്ക് ആ ബോധ്യമുണ്ടാകണം, എൻ്റെ ദൈവം എന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, എന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടിയിരിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, എങ്ങനെ ഈ ഫീലിങ്സ് ഇല്ലാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും? ആമേൻ. പലപ്പോഴും നമ്മൾ പലരിൽ നിന്നും പറഞ്ഞ് കേട്ടിട്ടുള്ളതായിരിക്കും, ഈ കാലഘട്ടത്തിലല്ല, കുറച്ച് മുൻപ് ക്രിസ്തീയ ജീവിതം അഥവാ വിശ്വാസ ജീവിതം ഒരു സന്യാസ ജീവിതം പോലെയാണ്. ആമേൻ. പലതും ത്യജിച്ചുകൊണ്ട് മാത്രമേ, ആമേൻ, സ്തോത്രം, പലതും ത്യജിച്ചുകൊണ്ട് മാത്രമേ, കർത്താവും പറഞ്ഞതാണ്, പലതും ത്യജിച്ചിട്ട് എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. ആമേൻ, ആമേൻ. കാലപ്പഴക്കത്തിൽ പലതും ത്യജിക്കണമെന്ന് നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു. ആമേൻ. ഈ കാലഘട്ടത്തിൽ ത്യജിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ പറയുന്നവനെ ആൾക്കാർ ത്യജിക്കുമെന്ന് പേടിച്ച് പലരും പറയാതില്ല, എങ്കിലും പറയാതിരിക്കുവാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് പറയുന്നു. ആമേൻ. ചിലത് ത്യജിച്ചുകൊണ്ട് മാത്രമേ ശരിയായൊരു വിശ്വാസിയായി നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന നിലയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടി പറയട്ടെ, ചിലത് ത്യജിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ചില ഇഷ്ടങ്ങൾ, നമ്മുടെ ചില ഫീലിങ്സുകൾ, നമ്മുടെ ചില ആവശ്യങ്ങൾ പലതും ത്യജിച്ചുകൊണ്ട് മാത്രമേ, അവൻ പലതും കണ്ടില്ല എന്ന് വച്ചുകൊണ്ട് മാത്രമേ, പലതും ഇതെന്നോടല്ല, അവരെന്തോ പറയട്ടെ, അല്ലെങ്കിൽ അവതങ്ങനെയോ ആയിരിക്കട്ടെ, ഇതും ഞാനുമായി ഒരു ബന്ധവുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു ക്രിസ്തീയ വിശ്വാസിയായി ജീവിക്കുവാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ എന്നേക്കും നിലനിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നോക്കൂ, ഫീലിങ്സ് ഇല്ലാത്ത അവസ്ഥ, അതിന് ഒരു തിരിച്ചറിവ് ആദ്യം ആവശ്യം. എന്താണ്? ഈ ലോകത്തിൽ നമ്മൾ ഉൾപ്പെടെ നമുക്കൊപ്പം ഉള്ളതിൻ്റെ ഒന്നിൻ്റെയും ഉടമസ്ഥൻ അഥവാ ഓണർ നമ്മളല്ല, മറിച്ച് നമുക്കൊപ്പമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പോലും ഓണറല്ല, കസ്റ്റോഡിയൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വാടകക്കാരൻ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ഒന്നിൻ്റെയും. ആമേൻ, സ്തോത്രം. സ്ഥിരമായ ഉടമസ്ഥാവകാശം നമുക്കില്ല. ഭഗവത്ഗീതയിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ബൈബിൾ അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബോധമുള്ള സകലരും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കാരണം, ആമേൻ, സ്തോത്രം, നമുക്ക് സ്വന്തമായി നമ്മുടെ ശരീരം പോലുമില്ല. ആമേൻ. ഒരു ഭക്തൻ തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ പക്കലുള്ളതെല്ലാം, നമ്മുടെ ശരീരം ഉൾപ്പെടെ, നമ്മുടെ വസ്തുവകകൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പേര്, നമ്മുടെ പെരുമ, നമ്മുടെ പ്രശസ്തി, നമ്മുടെ മക്കൾ, ഇതെല്ലാം, ആമേൻ, സ്തോത്രം, ദൈവം ഒരു ചെറിയ കാലത്തേക്ക് സൂക്ഷിക്കുവാനോ സംരക്ഷിക്കുവാനോ നമ്മെ ഏൽപ്പിച്ചതാണ്. ഇന്ന് നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ ദൈവം വേറൊരാളിനെ ചിലപ്പോൾ ഏൽപ്പിക്കും സംരക്ഷിക്കുവാനെടുത്ത്. ആമേൻ. ഇന്ന് ചിലപ്പോൾ നമുക്കുള്ള വീട് നമ്മൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയും, ഇതെൻ്റെ വീട്, ഞാൻ അധ്വാനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ കടം വാങ്ങി, രാത്രികളെ പകലുകളാക്കി ഞാൻ ജോലി ചെയ്തു, പ്ലാൻ വരച്ചു, സ്വപ്നം കണ്ടു, വീട് വെച്ചു. ആമേൻ. അങ്ങനെ വീട് വെച്ച എത്രയോ പേരുടെ വീട് മറ്റു പലരുടേതുമായി തീർന്നു. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ സ്വപ്നം കൊണ്ട് വെച്ച വീട്ടിൻ്റെ മുമ്പിൽ കൂടി അവൻ കടന്നു പോകുമ്പോൾ വേറൊരുവൻ ആ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. ഉള്ളിനകത്തുണ്ടാകുന്ന ഫീലിങ്സ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയുവാനുള്ളത്. ആമേൻ. നമ്മൾ ആ വീട്ടിലെ ഒരു സ്ഥിര താമസക്കാരനല്ല. ഒരു കാലം നമുക്ക് ആ വീട് കർത്താവ് തന്നു. ആ കാലം കഴിഞ്ഞപ്പോൾ ദൈവം ആ വീടെടുത്ത് വേറെ ആർക്കോ കൊടുത്തു. നമുക്ക് വേറെ എന്തോ ദൈവം തരുവാൻ പോകുന്നു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇതുപോലെയാണ് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായി നമുക്കുള്ളതല്ല, മറിച്ച് ദൈവം ഒരു സമയത്തേക്ക്, എപ്പോഴും ശ്രദ്ധിക്കുക, ദൈവം ഒരു സമയത്തേക്ക് സ്ഥിരമായി ഒന്നും ഈ ലോകത്തിൽ ദൈവം നമുക്ക് തരത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം തരണമായിരുന്നു. നമ്മുടെ ആരുടെങ്കിലും ശരീരം നമ്മുടെ സ്വന്തമാണോ? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമായിട്ടാണോ നമ്മൾ മുകളിലോട്ട് അടിച്ചു പോകുന്നേ? ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ 10ാമത്തെ വയസ്സിലെ ശരീരമാണോ ഇപ്പോൾ ഉള്ളത്?
ആ ശരീരം സ്വന്തമായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 21 വയസ്സിലെ ശരീരം ആയിരിക്കണമല്ലോ ജീവിതകാലം മുഴുവൻ. ഒന്നും സ്വന്തമല്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയുക. ഒന്നും സ്വന്തമല്ല. നമ്മുടെ ആരോഗ്യം സ്വന്തമല്ല, നമ്മുടെ സൗന്ദര്യം സ്വന്തമല്ല, നമ്മുടെ അറിവ് സ്വന്തമല്ല. ഇതൊക്കെ ഇപ്പോൾ ഒരു മറവി വന്നാൽ മതി. എത്ര പഠിച്ച ഡോക്ടറും വീട്ടിൽ ചൊറിയും കുത്തി ഇരുന്നേ പറ്റത്തുള്ളൂ. എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും അവരെത്ര കൈപ്പുണ്യം ഉണ്ടെന്ന് പറഞ്ഞാലും പാരസെറ്റമോളിൻ്റെ ഓർമ്മ വന്നില്ലെങ്കിൽ കാര്യം കഴിഞ്ഞു പോയില്ലേ? ഇതുപോലെ ആമേൻ സ്തോത്രം. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമുക്കുള്ളതൊന്നും നമ്മുടെ സ്വന്തമല്ല. ഇതിൻ്റെ ഒക്കെ ഒരു കസ്റ്റോഡിയൻ മാത്രം, ഒരു പരിപാലകൻ മാത്രം, ഒരു ചെറിയ കാലത്തേക്ക് ഇതിനെ സംരക്ഷിക്കേണ്ട ഒരുവൻ മാത്രമാണ് നമ്മൾ. ബൈബിൾ അത് വ്യക്തമായി പറയുന്നുണ്ട്. ആരാണ്? ഭക്തനായ യോബ് വിളിച്ചു പറയുന്നുണ്ട്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ സ്തോത്രം. നോക്കിയേ, യോബ് പറഞ്ഞതാ സത്യം. യഹോവയാണ് തന്നത്. ആമേൻ. യോബിന് ആ സമ്പത്ത് കൊടുത്തത് യഹോവയാണ്. യോബിന് ഭാര്യയെ കൊടുത്തത് യഹോവയാണ്. യോബിന് മക്കളെ കൊടുത്തത് യഹോവയാണ്. ഇത് ലോകത്തിന്റെ കൺസെപ്റ്റ് അല്ല കേട്ടോ, ഭക്തന്റെ കൺസെപ്റ്റ്. അങ്ങനെ ബോധ്യമുള്ളവർ ചിന്തിച്ചാൽ മതി. ആമേൻ. അല്ലാതെ ഞാൻ ഓടിപ്പോയി കഷ്ടപ്പെട്ട് കണ്ടെത്തി എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ പോകാം. പക്ഷേ ദൈവമാണ് തന്നത് എങ്കിൽ അത് ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ എന്തെങ്കിലും നമുക്ക് ദൈവം ഒരു തലമുറ തന്ന ഉടനെ നമ്മൾ ദൈവത്തിന് 10 സെന്റ് എഴുതി കരം തീർത്ത് കൊടുത്തോ? നമ്മൾ എന്തെങ്കിലും കൊടുത്ത് വില കൊടുത്ത് വാങ്ങിച്ചതാണോ? അല്ല, ദൈവം തന്നതാ. ചില സമയത്ത് അവൻ തരും, ചില സമയത്ത് അവൻ എടുക്കും. ആമേൻ. ദൈവം തന്നു, ദൈവം എടുത്തു. എന്തിനാ ദൈവത്തെ വാഴ്ത്തിയത്? ഇത്രയും സമയം തന്നതിന് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇത്രയും സമയം തന്നതിന് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സമയം എനിക്ക് ആരോഗ്യം തന്നതിന് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ദിവസം എനിക്കൊരു വീട് തന്നതിന്, ഇത്രയും ദിവസം സന്തോഷത്തോടെ ജീവിക്കുവാൻ അവസരം തന്നതിന്, ഇത്രയും ദിവസം മക്കളെ തന്നതിന്, ഇത്രയും ദിവസം അവരുടെ കളിയും ചിരിയും കാണുവാൻ അവസരം തന്നതിന്, ഇത്രയും ദിവസം ആരോഗ്യമുള്ള ഒരു ശരീരം തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊരു കസ്റ്റോഡിയൻ മാത്രമാണ്. യോബ് അത് വ്യക്തമായി പറയുന്നുണ്ട്. എപ്പോഴും നമ്മൾ ദൈവം തന്ന ഓരോ വസ്തുക്കളും കൈകാര്യം ചെയ്യുമ്പോൾ ഈ ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു വണ്ടി, ഇപ്പോൾ ജിജോ ബ്രദറിൻ്റെ വണ്ടി ഞാൻ വാങ്ങിക്കൊണ്ട് കാക്കാമൂല വരെ പോകുന്നു എന്ന് വെച്ചോ. ഞാൻ എൻ്റെ വണ്ടി വാങ്ങിക്കൊണ്ട് പോയാൽ എനിക്ക് ഒരു ടെൻഷനില്ല, ഞാൻ ഫ്രീ ആയിട്ട് പോകും. പക്ഷേ ജിജോ ബ്രദറിൻ്റെ വണ്ടിയാണെങ്കിൽ എൻ്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാകും. കാരണം എന്താണെന്ന് പറയുക, ഇത് വേറൊരാളിൻ്റെ വണ്ടിയാണ്, തോന്നുന്നത് പോലെ ഓടിക്കാൻ പറ്റത്തില്ല, ഇത് ഇതുപോലെ തിരിച്ചു കൊണ്ടുവരണം. ആമേൻ. ഇനി ബ്രദറാണെങ്കിലും അങ്ങനെ തന്നെ. എൻ്റെ വണ്ടിയാണ് എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ ബ്രദറിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ പോകത്തില്ല. ഒരു ചിന്ത കാണും, ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കണം, ഇതിൻ്റെ ഉടമസ്ഥനെ ഇത് ഏൽപ്പിക്കണം. ഞാൻ ആ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല സുഖമുണ്ട്, ഓടിക്കാൻ നല്ല രസമുണ്ട്, നല്ല കളറായതുകൊണ്ട് ചുറ്റും നിൽക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ എനിക്കിരിക്കേണ്ടതെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ കൊണ്ട് പതുക്കി വയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആമേൻ. ആ സമയം കഴിയുമ്പോൾ ഞാൻ കൊണ്ടു കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം. അല്ലാതെ ഇന്നാ വേണോ, നിനക്ക് വേണോ, നീ എടുത്തോ, അങ്ങനെയല്ല. സന്തോഷത്തോടെ നമ്മൾ കൊണ്ടുകൊടുക്കണം. ഇതുപോലെയാണ് ദൈവം നമുക്ക് തരുന്നത്. അതെന്തായിരുന്നാലും ഒരു ദിവസം ദൈവത്തിൻ്റെ പക്കൽ അതിനെ നമ്മൾ തിരികെ ഏൽപ്പിക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. ദൈവമേ, നീ എനിക്ക് തന്നു, ഇതാ ഇതുവരെ ഞാൻ സുരക്ഷിതമായി അതിനെ നോക്കി, ഇതുവരെ ഞാൻ വളർത്തി, ഇതുവരെ ഞാൻ പരിപാലിച്ചു, ഇനി ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ തന്ന ആ നല്ല സ്നേഹത്തിനായി, ആ നല്ല കൃപയ്ക്കായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ജോലി പോകുമ്പോൾ കരയേണ്ട, ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ മതി. ഇത്രയും നാൾ നീ തന്നല്ലോ കർത്താവേ, ഇത്രയും നാൾ ഞാൻ പട്ടിണി കിടക്കാതിരിക്കുവാൻ വേണ്ടി നീ തന്നല്ലോ. ആമേൻ. ഇത്രയും നാൾ നീ സന്തോഷം തന്നല്ലോ, ഇത്രയും നാൾ അവരുടെ സ്നേഹം തന്നല്ലോ, ഇത്രയും നാൾ അവരുടെ കരുതൽ തന്നല്ലോ, ഇത്രയും നാൾ അവർ ഞങ്ങളോടൊപ്പം നിന്നല്ലോ. ആമേൻ സ്തോത്രം. ഈ മനസ്സോടെ വേണം ഒരു ഭക്തനായിരിക്കുവാൻ. ആമേൻ. ഈ മനസ്സുണ്ടെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവുമോ? ആമേൻ. അത് ഈ മനസ്സുണ്ടാക്കിയെടുക്കണം. അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ മക്കളിൽ ഉൾപ്പെടെ. ആമേൻ സ്തോത്രം. ഒരു കാര്യം നമ്മളത് ശ്രദ്ധിക്കണമേ. ഇതിനകത്തിരിക്കുന്ന ഓരോ അമ്മയപ്പന്മാരോടും ചോദിച്ചാൽ, അവരൊക്കെ ഒരു സാക്ഷ്യം പറയാൻ അവസരം കൊടുത്താൽ അവരിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഞാൻ എവിടെ കിടന്നതാ, എന്നെ കർത്താവ് എടുത്തിട്ട് അടിച്ച് ഉരുട്ടി പരത്തി നെടുക്കി ഇന്നതാ മൂർച്ചയേറിയ മെതിവണ്ടി ആക്കിയിരിക്കുന്നു, കൊടുവാളാക്കിയിരിക്കുന്നു, വാരിക്കുന്തമാക്കിയിരിക്കുന്നു, ആരക്കുത്താനോ എന്തോ. ആമേൻ. എന്തായാലും പറയും, എന്നെ എന്തോക്കെ ആക്കി. ആമേൻ. ആ ആക്കൊക്കെ എന്താകണം നമുക്കറിയാമല്ലോ. എവിടെയൊക്കെ വലിച്ചിട്ട് എന്നെ എന്തെല്ലാം പാടുപെടുത്തിയതാ. നട റോട്ടിലെടുത്ത് തള്ളി, അവിടെ നിന്ന് നടുപൊടിഞ്ഞ് ആശുപത്രി കിടന്നു, എവിടെയൊക്കെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തിയതാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആമേൻ സ്തോത്രം. അങ്ങനെ അടിച്ച് ഇടിച്ച്, കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് കൊല്ലൻ്റെ പണിശാലയ്ക്കകത്തെ ഇരുമ്പാ. ആമേൻ. മൂർച്ചയുള്ള ആയുധമായി മാറണമെങ്കിൽ കൊല്ലൻ എടുത്തിട്ട് നല്ലതുപോലെ പണി ചെയ്യും, നല്ലതുപോലെ പണി ചെയ്ത് ഒരു നാൾ എന്നെ കൊള്ളാവുന്നവനാക്കി അങ്ങ് നിർത്തും. ആമേൻ സ്തോത്രം. അപ്പോൾ ഈ ഇരുമ്പ്, ഞാനെന്ന ഇരുമ്പിനെ പണി ചെയ്യാനായിട്ട്
ഓരോന്നായിട്ട് എടുക്കുമ്പോൾ ഒരു കഷ്ണം മിച്ചം വരും, ഒരു ചെറിയ കഷ്ണം അത് അവിടെ ഇരിക്കുകയാണ്. ആമേൻ. അപ്പോൾ എന്നെ അടിച്ചു പരത്തി കൊല്ലൻ നല്ലൊരു മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റി. അപ്പോൾ എന്നിട്ട് ഞാൻ നിന്ന് പറയാണ്, ആ പാതി എൻ്റെതാണ്, ഇനി കർത്താവെ നീ തുടരുതെന്ന് പറഞ്ഞാൽ അത് അവിടെ കിടന്ന് തുരുമ്പ് പിടിച്ചു പോകും. നിന്നെ അടിച്ചതുപോലെ മക്കളെ ഈ കർത്താവ് അടിക്കും. ആമേൻ. അവൻ ഒരുക്കിയാലേ ഒരുങ്ങത്തുള്ളത്. നമ്മളൊന്നും ഒരുക്കിയ ഒരു വാക്കത്തിയും വിചാരിച്ചാൽ ഒരു കഷ്ണം ഇരുമ്പിനെ വേറൊരു വാക്കത്തിയാക്കാൻ പറ്റത്തില്ല, കൊല്ലൻ തന്നെ വിചാരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്കത്തിക്കും അതിനുള്ള കഴിവില്ല, കൊല്ലൻ തന്നെ വിചാരിക്കണം. ഞാനും നീയും അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവരെയും അടിക്കും. എന്നെയും നിന്നെയും നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെയും ദൈവം നിലനിർത്തും. എന്നെയും നിന്നെയും മാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ദൈവം നിലനിർത്തും. അതുകൊണ്ട് പറയുന്നത് കേൾക്ക്, ആ ഫീലിങ്സ് വേണ്ട, ദൈവം അത് മനോഹരമായിട്ട് ചെയ്തുകൊള്ളും. ആമേൻ. കൊല്ലന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ആമേൻ. സ്തോത്രം. അവൻ നമുക്ക് അപ്പനും നമ്മുടെ മക്കൾക്ക് അപ്പൂപ്പനും അല്ല. ആ കാര്യം എപ്പോഴും ഓർമ്മ വേണം. ആമേൻ. ദൈവം നമുക്ക് അപ്പനും നമ്മുടെ മക്കൾക്കും അപ്പൻ തന്നെ. എങ്ങനെയൊക്കെ വളർത്തണമെന്ന് അപ്പന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് മക്കളിൽ നമ്മൾ സന്തോഷിക്കാൻ പറ്റുന്ന സമയം സന്തോഷിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കുക ദൈവമേ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ദൈവമേ ഇതിങ്ങനെ ആയിപ്പോയല്ലോ, ആമേൻ, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട. ദൈവം പണിതോളും. ആമേൻ. ഹല്ലേലൂയ. അത് നല്ലപോലെ പണിയെടുക്കപ്പെടേണ്ട ആ ഉരുപ്പടിയാണ്. ആമേൻ. ചിലത് തീരെ കുഴപ്പമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞോണം നല്ലപോലെ പണിയെടുക്കേണ്ടതുണ്ട്. നല്ലപോലെ പണിയെടുത്താൽ ഏറ്റവും മനോഹരമായ ആയുധങ്ങളുണ്ടാകും, ഏറ്റവും മൂർച്ചയേറിയ ആയുധങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, എന്നേക്ക് നിലനിൽക്കണമെങ്കിൽ ഫീലിങ്സ് ഇല്ലാതെ ആവുക, എന്നേക്ക് നിലനിൽക്കണമെങ്കിൽ സിയോൻ പർവ്വതം പോലെ ആവുക. ഫീലിങ്സ് ഉണ്ടാകരുത്, അല്പം കഠിന ഹൃദയം തന്നെ ആയിരിക്കണം. ആമേൻ. ഉള്ളിൽ സങ്കടം വന്നാലും ആ കാഠിന്യത്തിന് ഒട്ടും കുറവ് വരുത്തുവാൻ പാടില്ല. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞിന് 1.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ആമേൻ. ഏതൊരു അപ്പനെയും അമ്മയും പോലെ ഞങ്ങളുടെ ആഗ്രഹം എന്താ, എപ്പോഴും അവൻ ഞങ്ങളെ ഒക്കത്തിരിക്കണം, ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് നടക്കണം, കളിക്കണം. ആ ഫീലിങ്സിനെ കുറച്ചു നേരം മാറ്റി വയ്ക്കുവാൻ പറ്റുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾക്ക് കൃത്യമായി ചെയ്യുവാനും കഴിയുന്നത്. അല്ല എങ്കിൽ ഞങ്ങൾ കൊച്ചിനെ എടുത്തുകൊണ്ട് തേരാപ്പാര നടന്നേനെ. ആമേൻ. സ്തോത്രം. അങ്ങനെയൊന്നുമില്ല. ആ ഫീലിങ്സ് ഞങ്ങൾ മാറ്റി വെക്കേണ്ടതാണ്. കാരണം അവനെ തന്നത് ദൈവമാണ്. അവനെ തരുന്നതിന് മുമ്പ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഒരു ജോലിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവം കണക്ക് ചോദിക്കുമ്പോൾ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആമേൻ. സ്തോത്രം. ആ ഫീലിങ്സിനെ മാറ്റി വെക്കണം. വേഗത്തിൽ പറയട്ടെ. രണ്ടാമതായി, സ്ഥിരമായി എന്നതിന് തത്തുല്യമായ വാക്ക് ഇളകി പോകാതിരിക്കുക. ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിൽ പറഞ്ഞേ, ഇളകി പോകാതിരിക്കുക. ഇളകിപ്പോകാതിരിക്കുക. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല. നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല. മൂലഭാഷയിൽ നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല എന്നതിന് പറഞ്ഞിരിക്കുന്നത് നീതിമാന്മാരെ ലബനോനിലെ ദേവദാരുവിനെ പോലെ ചിത്രീകരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പോൾ നീതിമാന്മാർ ലബനോനിലെ ദേവദാരു പോലെ ആയിരിക്കും. ലബനോനിൻ്റെ പ്രത്യേകത എന്താണ്? ആ വർഷത്തിൽ ഏകദേശം 9 മാസത്തിലധികം മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതമാണ് ലബനോൻ. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് ലബനോൻ. ഈ മഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമുക്കൊക്കെ മഞ്ഞുകാലമാണ്. ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. പണ്ട് മഞ്ഞുകാലമായിരുന്നു. ഇപ്പം ചെറുതായിട്ടൊന്ന് തണുപ്പടിച്ചാൽ മതി, ആ 2 മാസം കൊണ്ട് ഇലയുള്ള ഏതെങ്കിലും ഒരു വൃക്ഷം കാണുമോ? ഇലയെല്ലാം വീട്ടുമുറ്റത്തായിരിക്കും. തൂത്ത് പെണ്ണുങ്ങളുടെ കഷ്ടകാലമാണ്. ആമേൻ. സ്തോത്രം. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, മഞ്ഞ് വൃക്ഷങ്ങളെ വല്ലാതെ ബാധിക്കും. മഞ്ഞുകാലം കഴിയുമ്പോഴാണ് അതിൽ പുതിയ തിളിർപ്പുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പർവ്വതത്തിലെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഏകദേശം കാലവും ഇലയില്ലാതെ നിൽക്കുന്ന ഒരു വൃക്ഷം. ചുരുക്കം നാളുകളിൽ വെയിൽ കിട്ടും. വെയിലാണെങ്കിൽ കത്തിക്കാളുന്ന വെയിൽ, കാറ്റാഞ്ഞു വീശും, ഇടിമിന്നലുണ്ടാകും, മഴ പെയ്യും. ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ലബനാനിലെ വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേര് ഇളകി പോകാതിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏത് പ്രതിസന്ധിയും പ്രതികൂലവും വന്നാലും ഒരു ഭക്തൻ ഇളകി പോകാതെ ഇരിക്കണം. 3 കൂട്ടമാകട്ടെ, 3 രാജ്യമാകട്ടെ, ശക്തന്മാരാകട്ടെ, ഏത് ശത്രുക്കൾ ചുറ്റും വന്നാലും, ഏത് പ്രതിസന്ധി ചുറ്റും വന്നാലും, എന്തൊക്കെ അവസ്ഥകൾ പ്രതികൂലമായി ജീവിതത്തിൽ വന്നാലും, എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതെ, പോകാതെ ഉറപ്പോടെ നിൽക്കുന്നവനായിരിക്കണം. ആമേൻ. ഭക്തൻ. അവന് വേണ്ടി ദൈവം ഇറങ്ങി വരും. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അതേ സ്ഥാനത്ത്, ആമേൻ, സ്തോത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നവരായിട്ടല്ല, അതേ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുവാൻ, ഏത് അവസ്ഥയിലും ഉറച്ചു നിൽക്കുവാൻ ഒരു ഭക്തന് കഴിയണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ദാനിയേലും സ്തോത്രം ശദ്രകും മേശകും അബേദ്നെഗോവും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവം ഞങ്ങളെ
ഞങ്ങളെ വിടുവിച്ചാലും, ആമേൻ സ്തോത്രം, വിടുവിച്ചാൽ ഞങ്ങൾ ഹല്ലേലൂയ ഗ്ലോറിയും പറയും, വിടുവിച്ചാൽ ഞങ്ങൾ മുട്ടായി വാങ്ങിച്ചു കൊടുക്കും, വിടുവിച്ചാൽ ഞങ്ങൾ സഭയിൽ ദശാംശം കൊടുക്കും, വിടുവിച്ചാൽ ഞങ്ങൾ തുള്ളിച്ചാടും സ്നാനപ്പെടും. ആമേൻ. അങ്ങനെയല്ല ഭക്തന്മാർ പറഞ്ഞത് ഇല്ലെങ്കിലും, ആമേൻ, ഇനിയിപ്പം ദൈവം എന്നെ വിടുവിക്കണ്ട എന്ന് തീരുമാനിച്ചാലും എൻ്റെ വേര് ഇളകത്തില്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വിടുവിച്ചില്ലെങ്കിലും എൻ്റെ വേര് ഇളകത്തില്ല. അതാണ് ഉറപ്പ്. ആ ഉറപ്പുള്ളവൻ ലജ്ജിച്ചു പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നിന്റെ ഉറപ്പ് അതാണോ? നീ ദൈവസന്നിധിയിൽ കുലുങ്ങാതെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ? നീ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്ഥിരമായി നിൽക്കുക. ആമേൻ സ്തോത്രം. ഇളകി പോകാതിരിക്കുക. നോക്കൂ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 6-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ഒരു സ്തോത്രം, ഒരു രേഖ തനിക്ക് വിരോധമായി എഴുതപ്പെട്ട കാര്യം ദാനിയേൽ എന്ന പ്രവാചകൻ അറിയുകയാണ്. ആമേൻ. താൻ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ സിംഹക്കുഴിയിൽ വീഴുവാൻ പോകുന്നു. അതുവരെ എന്നേക്കും ദാനിയേൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണ്? രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും മാളിക മുറിയിൽ കയറി മുട്ടിന്മേൽ നിന്ന് യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മാളിക മുറിയിൽ കയറി മുട്ടിന്മേൽ നിന്ന് യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. രേഖ എഴുതിയത് കൊണ്ട് മുട്ടിനും മാറ്റം വന്നില്ല, യെരൂശലേമിലേക്കുള്ള നോട്ടത്തിനും മാറ്റം വന്നില്ല, പ്രാർത്ഥനയ്ക്കും കുറവ് വന്നില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രേഖയൊക്കെ എഴുതപ്പെടും. ആമേൻ. ശത്രുക്കളൊക്കെ ഉണ്ടാകും, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരും. പക്ഷേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകരുത്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിനൊരു ഇടിവ് തട്ടരുത്. ആമേൻ സ്തോത്രം. നീ ആയിരിക്കുന്നത് പോലെ ഉറച്ചു നിൽക്കുമെങ്കിൽ വചനം പറയുന്നു 6:10, ആമേൻ സ്തോത്രം, 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, ആമേൻ, സിംഹക്കുഴിയിൽ ദൈവം തന്റെ ദൂതനെ അയച്ചു. നീ ഉറച്ചു നിൽക്കുമെങ്കിൽ അയക്കേണ്ടവരെ നിനക്ക് വേണ്ടി ദൈവം അയക്കും. ആമേൻ. നിനക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന, നിനക്ക് വേണ്ടി സഹോദര സഹോദരി പ്രതീക്ഷയോടെ ഉറച്ചു നിൽക്കുന്ന, ആമേൻ, സകലരും പറഞ്ഞിട്ട് മടുത്ത് മുൻമാറിപ്പോകാതെ ഉറച്ചു നിൽക്കുന്ന നിനക്ക് വേണ്ടി ആ രാജ്യത്ത് എൻ്റെ കർത്താവ് ദൂതന്മാരെ നിനക്ക് വേണ്ടി നിന്റെ ജീവിതം മാറുവാൻ വേണ്ടി, നിന്റെ ദൈവം ആരെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലരെ അയക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരു വാക്ക് കൂടെ പറഞ്ഞ് വേഗത്തിൽ നിർത്തട്ടെ. മൂന്നാമതായി ആ വാക്കിനുള്ള അർത്ഥം. ആമേൻ സ്തോത്രം. അതിന്റെ ഓപ്പോസിറ്റ് വാക്ക് പറഞ്ഞു തരാം. ഇരുമനസ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇരുമനസ്സിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഞാൻ ഗൂഗിളിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കി, സംഭവം കിട്ടുന്നില്ല. ഒരു മനസ്സെന്നായിരിക്കാം, അല്ലെങ്കിൽ ആ ഉറച്ച മനസ്സെന്നോ എന്തെന്നോ. നിങ്ങൾക്ക് കാര്യം വേഗത്തിൽ മനസ്സിലായല്ലോ, എല്ലാവരും ബുദ്ധിയുള്ളവരാണല്ലോ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. എന്താണ് ഇരുമനസ്? രാവിലെ ഒരു മനസ്സ്, ഉച്ചയ്ക്ക് വേറൊരു മനസ്സ്, വൈകുന്നേരം വേറൊരു മനസ്സല്ല. രാവിലെ ഒരു തീരുമാനം, ഉച്ചയ്ക്ക് വേറൊരു തീരുമാനം, വൈകുന്നേരം വേറൊരു തീരുമാനം. ആമേൻ. ചുരുക്കത്തിലാകുമ്പോൾ രാവിലത്തെക്കാൾ ഗതികെട്ട അവസ്ഥയിലായിരിക്കും വൈകുന്നേരം. ആമേൻ. ഹല്ലേലൂയ. പല പല തീരുമാനങ്ങൾ, പല പല ചിന്തകൾ, ഒന്നിലും ഒരു ഉറപ്പില്ല. ആമേൻ സ്തോത്രം. ഒരു ദിവസം ചിന്തിക്കും ഞാൻ ഇനി നന്നാവും, ഉച്ചയാകുമ്പോൾ ചിന്തിക്കും എന്തിന് നന്നാവണത്, ആർക്ക് വേണ്ടി നന്നാവണത്, വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഞാനിപ്പോൾ നന്നായി, അവരാരും സന്തോഷിക്കണ്ട. ആമേൻ. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. ആമേൻ സ്തോത്രം. ദൈവം നല്ലതെന്ന് കണ്ടു, ഇരുട്ടായപ്പം ദൈവം പരിപാടി നിർത്തിയിട്ട് പോയി. പിറ്റേ ദിവസവും അത് തന്നെ. രാവിലെ തീരുമാനിക്കും അതെ ഞാൻ നന്നാവും, ഉച്ചയാകുമ്പോൾ വീണ്ടും വരും എന്തിന് നന്നാവണം, ആർക്ക് വേണ്ടി നന്നാവണം, വൈകുന്നേരം ആകുമ്പോൾ ചിന്ത മാറും. അങ്ങനെ ഇപ്പം ഞാൻ നന്നായി, ആരും സുഖിക്കണ്ട. അനന്തരം 2-ാം ദിവസം സന്ധ്യയായി, ഉഷസ്സുമായി, ദൈവം വന്നു പോയി. ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ നന്നായവർ വർഷങ്ങൾ കൊണ്ട് നന്നായിക്കൊണ്ടിരിക്കുക. എല്ലാ രാവിലെയും നന്നാവും. ആമേൻ. എല്ലാ രാവിലെയും എന്ത് ഭാഗ്യമാണെന്ന് ചിന്തിച്ച് നോക്കിയേ. ചിലർക്കൊക്കെ ഒറ്റ തവണ നന്നാവാനേ അവസരം കിട്ടുള്ളൂ. ഇത് എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ നന്നാവാൻ പറ്റും. ഞാൻ നന്നാവും, പള്ളി വരുമ്പോൾ നന്നാവും, കർത്തൃമേശ എടുക്കുമ്പോൾ നന്നാവും, ആരാധന കേൾക്കുമ്പോൾ നന്നാവും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ നന്നായിട്ട് ഇപ്പോൾ ശരിയാക്കി തരാം. ആമേൻ സ്തോത്രം. ഈ ഇരുമനസ്, ആമേൻ സ്തോത്രം. ഇരുമനസ്സിന് കാരണം എന്താ? സംശയം. ഞാൻ നന്നായാൽ, നീ നന്നായ ദൈവം നിന്നെ നന്നായി പരിപാലിക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്തൊരു മാറ്റമൊന്നുമില്ല. ആമേൻ സ്തോത്രം. നമ്മൾ നന്നാവുന്നത് കൊണ്ട് ഒരാളിന് സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ പലപ്പോഴും നമ്മൾ നന്നാവാൻ മടിക്കുന്ന അതുകൊണ്ട്. അങ്ങനെ ഇപ്പം ഇവർ സന്തോഷിക്കണ്ട. ആമേൻ. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവർ സന്തോഷിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് ഇരട്ടി സന്തോഷം തന്ന നന്നായ നമ്മെ കർത്താവ് മാനിക്കുന്നേ. ആമേൻ. നന്നായ ഒരുവനോട് ചോദിച്ചാൽ ആമേൻ അവൻ പറയും, നീ ആരെന്നെ കൊണ്ട് അനുഭവിച്ചതിലും അധികം സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംശയം മാറ്റിക്കളയുക. സംശയമാണ് ഇരു മനസ്സിന് കാരണമായി മാറുന്നത്. ആമേൻ. സംശയം നമ്മിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ ഒരു മനസ്സുള്ളവർ, അല്ലെങ്കിൽ ഏക മനസ്സുള്ളവരായി, ഉറച്ച വിശ്വാസമുള്ളവരായി മാറും. ആ ഭാഗം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ഇരു മനസ്സുള്ള മനുഷ്യർ, അങ്ങനെ ഉള്ളവർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്ന് കരുതുന്നത് വെറുതെയാ.
അവൻ ഒന്നും കിട്ടത്തില്ല. നിങ്ങളുടെ സംശയം നിങ്ങളെ ഒന്നും പ്രാപിക്കുവാൻ കഴിയാത്തവരാക്കി തീർക്കും. ഇങ്ങനെ ആട്ടി ഓടിക്കും. ഒരു ദിവസം അവിടെ, അടുത്ത ദിവസം അപ്പുറത്ത്, അങ്ങനെയല്ല. ഉറച്ചു നിന്നാൽ നീ ദൈവം ചെയ്യുന്ന രക്ഷ കാണും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണത്തില്ല. ആമേൻ. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിന് പ്രതികൂലമായി, പ്രതിസന്ധിയായി, വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ശത്രുവിനെ കാണാത്ത വിധത്തിൽ ആ ശത്രുവിനെ നിനക്ക് മുമ്പിൽ തകർത്ത് നിന്നെ വാഗ്ദത്തത്തിലേക്ക് നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്, വലിയവനാണ്. ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിനക്ക് മുമ്പിൽ വാഗ്ദത്തത്തിലേക്കുള്ള വഴി എൻ്റെ ദൈവം സർവശക്തനായവൻ അതേ തുറന്നു തരും. ആമേൻ. അപ്പോ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ സംശയത്തിന് ഒരിടയും കൊടുക്കണ്ട. ആമേൻ. മറ്റു മനുഷ്യരുടെ വാക്ക് കേൾക്കണ്ട, മറ്റു മനുഷ്യരുടെ അഭിപ്രായം കേൾക്കണ്ട. ഒരേ ഒരു ചിന്ത മാത്രമായിരിക്കണം. എന്താണ് ചിന്ത? ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരുത്തൻ കിടന്ന് മല്ല് പിടിക്കുക. ആമേൻ. മല്ല് പിടിക്കുന്നവൻ്റെ പേര് യാക്കോബ് എന്നാണ്. ആരോടാണ് മല്ല് പിടിക്കുന്നത്? ദൈവത്തോട്. ആമേൻ. ആ ഭാഗത്തിൽ നിന്ന് പിന്നിലോട്ട് തിരിഞ്ഞിട്ട് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, ദൈവത്തോട് ഒരു മനുഷ്യൻ മല്ല് പിടിച്ചു. ആമേൻ. ഇന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ പിന്നെ നീ ദൈവത്തോട് മല്ല് പിടിക്കും, നീ ദൈവത്തോട്. ആമേൻ. അംഗീകരിക്കത്തില്ല, മനുഷ്യരാരും അംഗീകരിക്കത്തില്ല. പക്ഷെ ഭക്തൻ പറയുന്നു അവൻ മല്ല് പിടിച്ചു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. മനുഷ്യർ പറയുന്നത് കേൾക്കണ്ട. നിന്റെ ആവശ്യം വലുതാണെങ്കിൽ നീ ഒരു ഉറച്ച തീരുമാനത്തോടെ ആയിരിക്കുക. ഞാൻ പ്രാപിച്ചിട്ടല്ലാത്ത വിടത്തില്ല കർത്താവേ. ആമേൻ. നീ എനിക്ക് തന്നിട്ടല്ലാതെ, നീ എനിക്ക് മറുപടി തന്നിട്ടല്ലാതെ, നീ എന്നെ കണ്ടിട്ടല്ലാതെ, എൻ്റെ അവസ്ഥ മാറിയിട്ടല്ലാതെ, എൻ്റെ മുന്നിലും പിന്നിലും വരുന്ന ശത്രുവിൽ നിന്ന് നീ എനിക്കൊരു വിടുതൽ തന്നിട്ടല്ലാതെ, രണ്ട് കൂട്ടമായി എന്നെ വർദ്ധിപ്പിച്ച ആ വർധനവിൽ സന്തോഷിക്കുവാനുള്ള അവസരം നീ എനിക്ക് തന്നിട്ടല്ലാതെ, ലാബാന്റെ ഭവനത്തിനകത്ത് വെട്ടുപെരുകി ആടുമാടുകളുടെ സമൃദ്ധി അനുഭവിക്കുവാനുള്ള അവസരം എനിക്ക് തന്നിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഇരുമനസ് വിട്ടുകളയും. ഉറച്ചു നിൽക്ക്. സിയോനിൽ ഇറങ്ങി വന്ന ദൈവം നിന്നിൽ ഇറങ്ങി വരും. നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ അനേകരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിന്നിലൂടെ കുടുംബം അത്ഭുതം കാണും, നിന്നിലൂടെ ദേശം അത്ഭുതം കാണും, നിന്നിലൂടെ സഭ അത്ഭുതം കാണും. ഓ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. നിന്നിലൂടെ കർത്താവ് വരും. ആ ഫീലിങ്സ് മാറ്റിവെക്ക്. ആമേൻ, ഹല്ലേലൂയ. ഉറച്ചു നിൽക്ക്. എന്നേക്കും നിലനിൽക്ക്. ഇളകി പോകാതെ ഇരുമനസ്സ് മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്ക്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേൻ. ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ, കെട്ടപ്പെട്ടു പോയ ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ, ഓ സ്തോത്രം, യാഗമായി തീരേണ്ട ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ബലിയായി തീരേണ്ട ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ടു പോകേണ്ട ചിലതിനെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. ചില വ്യക്തികളിൽ ഇറങ്ങി വരിക, സിയോനിൽ ഇറങ്ങി വന്നതുപോലെ. ആമേൻ, സ്തോത്രം. ചിലത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ കർത്താവ് ചിലർ ഇറങ്ങി വരിക യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലിലും എൻ്റെ കർത്താവ് ഇറങ്ങി വരിക. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ചിലരിൽ കർത്താവ് ഇറങ്ങി വരിക. നീ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുക യേശുവിൻ നാമത്തിൽ. സഹോദരി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ഇറങ്ങി വരിക. നിന്നെ സന്ദർശിക്കുവാൻ കർത്താവ് ഇറങ്ങി വരിക. നിനക്കൊപ്പമുള്ള ആയിരിക്കുന്ന അനേകരുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവേണ്ട, അനേകരുടെ ജീവിതത്തിലേക്ക് ഓ സ്തോത്രം മുഖാന്തരം ഒരു അനുഗ്രഹം ചെന്നെത്തുവാൻ തക്കവേണ്ട എൻ്റെ കർത്താവ് സിയോനിൽ ഇറങ്ങി വന്നതുപോലെ യേശുവിൻ നാമത്തിൽ നിന്നിൽ ഇറങ്ങി വരിക. സഭയുടെ ചരിത്രം മാറ്റുവാൻ, കുടുംബങ്ങളുടെ ചരിത്രം മാറ്റുവാൻ, ദേശത്തിന്റെ ചരിത്രം മാറ്റുവാൻ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഈ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉറച്ചു നിന്ന് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ, ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാൻ തക്കവേണ്ട ഈ ജനത്തെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കം ലൈവിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഹൃദയപൂർവ്വമായ പ്രാർത്ഥന കർത്താവേ, സഭയുടെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. ഇനി അറിയുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സാക്ഷ്യങ്ങൾ കാണുവാനും കേൾക്കുവാനും സ്വർഗം സഹായിക്കണമേ. മറക്കണ്ട, വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റുകരയിൽ അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ ബസ് സ്റ്റോപ്പിന് അടുത്ത് സുമംഗലി ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരിക. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.